ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെ എടുത്തേ? ആൽഡോൾ കണ്ടൻസേഷൻ ആൻഡ് കാനിസാർ മെയിൻ ആയിട്ട് ക്രോസാറോട് എടുത്തു. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആൽഡോൾ കണ്ടൻസേഷനിൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. റീജൻ ഏതായിരുന്നു? NaOH അല്ലെ. ഡൈലൂട്ട് ആൽക്കലി എന്നാണ് ഓർത്ത് നോക്കേണ്ടത്. NaOH അതുപോലെ KOH അതുപോലുള്ള ആൽക്കലീസ് വരാം. നെക്സ്റ്റ് നമ്മൾ നോക്കിയ ഒരു കൺസെപ്റ്റില് ആൽഫ ഹൈഡ്രജനുള്ള രണ്ടെണ്ണം അല്ലെ സെൽഫ് ആൽഡോൾ ആണ് നമ്മൾ ആദ്യം നോക്കിയത്. നമ്മളൊരു കുഞ്ഞൊരു വേർഡ് പറയിപ്പിച്ചു ടെക്സ്റ്റ് ബുക്കിൽ. അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് ആ വേർഡിലാണ് ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ വേർഡ്? കുഞ്ഞു വേർഡ്. അത് വെച്ചിട്ടാണ് ആ റിയാക്ഷൻസ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടത്തില്ല. എന്തായിരുന്നു? ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ CHO, C ഡബിൾ ബോണ്ടോ, കീറ്റോൺ. അത് ഓർത്ത് നോക്കണം കേട്ടോ, കാണുന്ന പോലെ എളുപ്പമല്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് കാർബൺ ആറ്റം ജോയിൻ ടു എ ആൽഫ കാർബൺ ആറ്റം, ജോയിൻ ടു എ ആൽഫ കാർബൺ ആറ്റം. എന്നിട്ട് ആൽഫ ഹൈഡ്രജൻ റീഅറേഞ്ച്മെന്റ് ചെയ്യും, ആൽഫ ഹൈഡ്രജൻ റീഅറേഞ്ച്മെന്റ് ചെയ്യും കേട്ടോ. അത് വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണം. കാണുമ്പോൾ എളുപ്പമാണ് കേട്ടോ, ഓർത്ത് നോക്കുക. നല്ല വൃത്തിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് രണ്ട് കളറിൽ എഴുതാൻ പറഞ്ഞത്. അല്ലെങ്കിൽ കുറച്ച് കളർ ഇത് എവിടെ നിന്ന് വന്നൊന്നും കിട്ടത്തില്ല. രണ്ട് കളറിലൊക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയാണ് കാനിസാരോ റിയാക്ഷൻ അല്ലെ. അതിന്റെ കണ്ടീഷൻ കാനിസാരോ absence of alpha hydrogen അല്ലെ. ഓർത്ത് നോക്കുക. Then presence of concentrated NaOH or KOH. രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മൾ എഴുതിയത്. മെത്തനാൽ ആൻഡ് ബെൻസാൽഡിഹൈഡ്. മെത്തനാലും ബെൻസാൽഡിഹൈഡ്. ഇതാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഒരു ഏരിയ അല്ലെ. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡിന് മുമ്പ് ഒരു രണ്ട് ചെറിയ ടേം കൂടി എഴുതാനുണ്ട്. ഒന്ന് യൂസസ് ഓഫ് കാർബോക്സിലിക് ആസിഡും അതുപോലെ ഇതിന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് രണ്ട് വേർഡ് എഴുതാനുണ്ട് കേട്ടോ. ഒന്ന് എഴുതി വെച്ചു ഹെഡിങ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. Electrophilic substitution reaction. Electrophilic substitution reaction. Electrophilic substitution reaction. Underline ചെയ്യാം. First statement എഴുതിച്ചോ. Aromatic aldehyde and ketone. Aromatic aldehyde and ketone. Aromatic aldehyde and ketones undergo electrophilic substitution. Undergo electrophilic substitution at the ring in which the carbonyl group act as a deactivating and meta-directing group. Act as a deactivating and meta-directing group. Ignacy video on agnota. Meta-directing meta-directing group. വേറൊന്നുമില്ല. മെറ്റാ-ഡയറക്റ്റിംഗ് എന്ന് അണ്ടർലൈൻ ചെയ്തേ. മെറ്റാ-ഡയറക്റ്റിംഗ് ഓർത്ത് നോക്കുക. ഈ ചാപ്റ്ററിലുള്ള ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഈ ചാപ്റ്റർ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ഇവരെല്ലാവരും മെറ്റാ-ഡയറക്റ്റിംഗ് ആണ്. വൈ? അതിന്റെ വേർഡാണ് നേരത്തെ എഴുതിയത്. എന്താ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇവരെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് ഇത് ആര് വന്നാലും അതെന്തായിരിക്കും? മെറ്റാ-ഡയറക്റ്റിംഗ് ആണ്. ബെൻസാൽഡിഹൈഡ് CHO എക്സാമ്പിൾ ഇതാണ്. ബെൻസാൽഡിഹൈഡ്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കിട്ടി. അതിൽ ബെൻസാൽഡിഹൈഡിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് കോൺസെൻട്രേറ്റ് മതി. കോൺസെൻട്രേറ്റ് HNO മതി, വേണ്ട. അങ്ങനെ വന്നാൽ ഇത് ഏത് ഡയറക്ഷനിലാണെന്ന് പറയുന്നത് മെറ്റ കേട്ടോ. CHO ഈ പൊസിഷനും മെറ്റയാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊടുക്കാൻ വേഗം ക്ലിയർ ആയിട്ട് കേട്ടോ. മെറ്റ പൊസിഷനിൽ
അപ്പോൾ ഇതിലേക്ക് ഏത് ഇതുപോലെയുള്ള നൈട്രേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പൗണ്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെറ്റാ ഡയറക്റ്റിംഗ് ആയിരിക്കും. മെറ്റാ ഡയറക്റ്റിംഗ് ആയിരിക്കും കേട്ടോ. സൗരവ് വീഡിയോ ഓൺ ആക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ ഓൺ ആക്കണം കേട്ടോ. ബെൻസാൽഡിഹൈഡ് അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 കിട്ടുന്ന സമയത്ത് ബെൻസീനിങ്ങനെ ഉള്ള CHO and NO2. Actually ഈ സൺഡേ ഒരു സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. Chemistry. The next heading, uses of aldehyde and ketone. Next heading, uses of aldehyde and ketone. ഇത് എടുത്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതി കേട്ടോ. Uses of aldehyde and ketone. Uses of aldehyde and ketone. Next heading ആണ് uses of aldehyde and ketone. Uses of aldehyde and ketone. മെയിൻ ആയിട്ട് വരുന്ന ഒരു രണ്ട് യൂസസ് ആണ് നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് എഴുതി വെക്കുക. ഫസ്റ്റ് പോയിന്റ്, ഇൻ കെമിക്കൽ ഇൻഡസ്ട്രി aldehydes and ketones are used as a solvent. Comma, starting material solvents, comma, starting materials and reagent for the starting materials and reagent for the synthesis of other products. ഒരു ജനറൽ ഒരു ഐഡിയ ആണ് ആക്ച്വലി വരുന്നത്. നമുക്ക് വരുന്ന ആന്റിഹൈഡുകൾ അല്ലെ, മെത്തനാൽ, എത്തനാൽ, പ്രൊപ്പനാൽ, അതുപോലെ അസറ്റോൺ ഒക്കെ നമുക്ക് കേട്ട് കാണുമല്ലോ. അസറ്റോൺ എവിടെയെങ്കിലും കേട്ടോ? പ്രൊപ്പനോൺ എവിടെയെങ്കിലും എന്തിനാ ഉപയോഗിക്കണമെന്നല്ലോ അവിടെ ഒരു ഇഷ്യൂ ഒക്കെ ഒന്നാണ് ആക്ച്വലി. നമുക്കറിയാം വൈറ്റ്നർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ? വൈറ്റ്നർ, ആ വൈറ്റ്നറിന് സോൾവെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടോ? സോൾവെന്റ് കണ്ടോ? നിങ്ങൾ കേട്ടല്ലോ. വൈറ്റ്നർ കുറെ നാൾ മുമ്പ് 2 കുപ്പിയിലാണ് വരും. ഒരു കുപ്പിയിൽ വൈറ്റ് കളറുള്ള ഒരു സാധനം, വേറെ ഒരു സോൾവെന്റ് എടുക്കും, എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അല്ലേ മതി. വൈറ്റ്നർ അറിയാമോ? കേട്ടല്ലേ? അപ്പൊ അത് അല്ലേ, ഓക്കെ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനിടക്ക് ഇപ്പൊ അത് ഏകദേശം ഇതല്ല, ഈ സാധനമല്ല, ഏകദേശം 2 കുപ്പിയിലായിട്ട് വരും. അപ്പൊ അതിൽ ആ സോൾവെന്റ് എന്ന് പറയുന്ന അസറ്റോൺ ആയിരുന്നു കുറച്ച് ആൾ മുമ്പ് തന്നെ കേട്ടോ. അസറ്റോൺ വേറെ കോമ്പൗണ്ട് ഉണ്ട് ആക്ച്വലി വരുന്ന സമയത്ത്. അസറ്റോൺ അതിനിടക്ക് പേപ്പറിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അസറ്റോൺ അത് ചെറുതായിട്ട് സ്മെല്ലൊക്കെ ചെയ്യുമ്പോൾ എന്ത് വരുമായിരുന്നു ആക്ച്വലി അല്ലേ? ആൽഡിഹൈഡ് അതൊക്കെ വരുന്ന സമയത്ത് ചെറിയതായിട്ട് വരും. ഭയങ്കര ഡേഞ്ചറസ് ആണ് നമുക്ക് പറയാം. മനസ്സിലായിട്ട് അതുപോലെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള സബ്സ്റ്റൻസുകളിൽ ഒന്നാണ് ആക്ച്വലി വരുന്നത്. അതുകൊണ്ട് അത് ആ ടൈമുകളിൽ പിന്നീട് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ കെമിക്കൽ ഉപയോഗിക്കാം അതിന് പകരം സോൾവെന്റ് ആയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഒരു ടൈമിൽ കേട്ടോ, ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അസറ്റോൺ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ അതിനൊക്കെ എന്താ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസോൾവ് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾക്ക് പെട്ടെന്ന് ഫെമിലിയർ ആയിട്ടുള്ള ഒരെണ്ണം പറഞ്ഞാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അങ്ങനെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ്. ഈ സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്നത് ഫോർമാലിൻ ആണ്. ഫോർമാലിൻ എന്ന് പറഞ്ഞാൽ 40% മെത്തനാൽ ആണ് ആക്ച്വലി. ഫോർമാലിൻ കേട്ടിട്ടുണ്ടോ? ബയോളജി പഠിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? നിങ്ങൾ കേട്ട് കാണും. നിങ്ങളുടെ ലാബിൽ പോയി കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ചെറിയ ജീവികളെയൊക്കെ ഒരു ലിക്വിഡിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ? ആ ലിക്വിഡ് എന്താണ് ആക്ച്വലി? ഫോർമാലിൻ ആണ് അല്ലെ? പ്രിസർവേറ്റീവ് ആയിട്ട് ബയോളജിക്കൽ സ്പെസിമെൻ പ്രിസർവ് ചെയ്ത് വെക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. ഓൺലൈനിൽ വന്നേക്കുന്ന അക്വിൻ കേട്ടോ, വീഡിയോ ഓൺ ആക്കണം കേട്ടോ. ഇഗ്നാഷ് വീഡിയോ ഓൺ ആക്കണം കേട്ടോ. പുറത്തൊക്കെ ഇടയ്ക്ക് വല്ല എന്തെങ്കിലും കാര്യത്തിന് പോകുന്നത് കുഴപ്പമില്ല, അല്ലാതെ ഫുൾ ടൈം വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വിളിക്കും കേട്ടോ. ഐ ആം നോട്ട് വെൽ
കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വയ്യാതെ ഓക്കെ, അങ്ങനെ വയ്യാന്നുള്ള ആൾക്കാർ ഇതുപോലെ മെസ്സേജ് അയക്കാം, കുഴപ്പമില്ല. നെക്സ്റ്റ് അടുത്ത യൂസസ് തന്നെയാണ് കേട്ടോ. ഫോർമാലിൻ സെക്കൻഡ് യൂസസ്. ഫോർമാലിൻ സെക്കൻഡ് യൂസ് കേട്ടോ. ഫോർമാലിൻ ഹൈഫൻ എഴുതി വെച്ചേ. ഫോർമാലിഹേറ്റ് is well known as formalin. Formaldehyde is well known as formalin. Formaldehyde is well known as formalin. ബ്രാക്കറ്റ് എഴുതി വെക്കുക 40%. ബ്രാക്കറ്റ് 40%. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. Formaldehyde is well known as formalin within bracket 40%. Bracket close ചെയ്യാം. Solution used to preserve. Solution used to preserve എന്തായിരിക്കും? Biological specimen. Biological specimen. Biological specimen. Biological specimen. അപ്പോൾ സെക്കൻഡ് യൂസ് ആയി. ആദ്യ യൂസസ് ജനറലി എന്താ പറയുന്നത്, സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കും, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കും, ഒരു കെമിക്കൽ റിയേജന്റ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്ത് ഫോർമാലിൻ. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കെമിക്കൽ റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നോക്കാം. അപ്പോൾ അതിന്റെ പല റിയാക്ഷൻസ് അങ്ങനെ ഇനീഷ്യേറ്റർ എന്നൊക്കെ പറയുന്ന ഇതായിട്ട് കൊടുക്കുന്നത് കേട്ടോ. നോക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത യൂസസ്, നെക്സ്റ്റ് തേർഡ് യൂസസ് കേട്ടോ. നോക്കാം. Preparation of bakelite. Third uses preparation of bakelite. Bakelite. Preparation of bakelite. 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 Bakelite എന്ന് പറഞ്ഞാല് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ പണ്ടത്തെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന പണ്ടത്തെ ഫ്യൂസ് അറിയും സിനിമകൾ കണ്ടാണ്. ഇപ്പോഴത്തെ CB അല്ല, ഒരു ഫ്യൂസ് ഇങ്ങനെ പിടിച്ച് വലിച്ചെടുത്ത് വരുന്ന കണ്ടിട്ടില്ലേ? അതില് ഒന്നല്ലെങ്കിൽ ബ്രൗൺ കളറിൽ ഒരു വൈറ്റ് കളറിൽ സാധനമാണ്. പെട്ടെന്ന് താഴത്തെ കിട്ടാൻ പൊട്ടുള്ളൂ അല്ലെ? താഴത്തെ കിട്ടാൻ വലിച്ചെറിഞ്ഞാലൊക്കെ പെട്ടെന്ന് പൊട്ടുള്ളൂ, അല്ലാതെ അത് ബെൻഡൊന്നും ആവില്ല. അത് ആ സബ്സ്റ്റൻസ് ആണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പോസ്റ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ആ സബ്സ്റ്റൻസ് ആ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ അതിന്റെ പുറത്തായിരിക്കും ഈ കമ്പിയൊക്കെ ഇവിടെ നിന്ന് വരുന്ന അലൂമിനിയത്തിന്റെ ഇതൊക്കെ എടുത്തു വെക്കുന്നത് കേട്ടോ. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം അതെന്താണ്, മെൽറ്റ് ആവില്ല. എത്ര ഹൈ എന്താണ് ടെമ്പറേച്ചറിൽ അത് മെൽറ്റ് ആവില്ല, വേണമെങ്കിൽ പൊട്ടിത്തെറിക്കും. നിങ്ങൾ കേട്ടോ ട്രാൻസ്ഫോമർ മെൽറ്റ് ആയി പോയി, അങ്ങനെ കേട്ടോ? ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, പൊട്ടിത്തെറിച്ചു എന്ന് പറയുള്ളൂ. ഈ സാധനം അത്രയ്ക്ക് ഹൈ ഇത് തന്നെ എങ്കിൽ അത് ബ്രേക്ക് ആവുള്ളൂ, അല്ലാതെ ഒരിക്കലും അത് മെൽറ്റായി അങ്ങനെ പ്രശ്നം വരില്ല. മെൽറ്റായി ഒന്നും തൂറ്റും, അങ്ങനെ മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ പോയി പോസ്റ്റുമ്പോൾ നിൽക്കുമ്പോൾ തൂറ്റും, നമുക്ക് വരില്ല. ആ സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നത് ബേക്കലൈറ്റ് വെച്ചിട്ടാണ്. നിങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു പോളിമർ എന്ന് പറയുന്ന ചാപ്റ്റർ, അത് ഡിലീറ്റഡ് ആയിപ്പോയി. അതിൽ ഇതിന് വലിയ സ്ട്രക്ചർ ഉണ്ട്. ഇത്ര ഉണ്ടാവുള്ളൂ, വലിയ സ്ട്രക്ചർ. ഫിനോള് ഈ ഫോർമാലിൻ ജോയിൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു OH വരും, ഇവിടെ ഒരു CHO ഒന്ന് ജോയിൻ ചെയ്തിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്ത് വലിയൊരു സ്ട്രക്ചറാണ് ഉണ്ടാക്കിയിട്ട് വരുന്ന ഒരു ഏരിയ ആണത് ബേക്കലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിൽ ഇത് യൂസ് ചെയ്യും കേട്ടോ. നോക്കാം, നമ്മുടെ അങ്കമാലി ടെൽക്ക് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ ആയിട്ട് ഇവിടെ പോകും കേട്ടോ. അങ്കമാലി എന്ന് പറയുന്ന സ്ഥലം അറിയും, അവിടെ എത്രയും തൊട്ടുമ്പായിട്ടൊരു റെയിൽവേ ക്രോസിന്റെ ലെഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു വലിയൊരു എന്താണ് ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടെൽക്ക്. അവിടെയാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട് എഴുതി വെച്ചു. Benzaldehyde used in perfume and in dye industries. Benzaldehyde is used in perfumery and dye industries. Dye industries. നിങ്ങളുണ്ടല്ലേ പെർഫ്യൂംസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കെമിക്കലാണ് ആക്ച്വലി അല്ലേ? ആ കെമിക്കൽ കോമ്പിനേഷന്റെ എക്സിസ്റ്റൻസും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഈ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിന്റെ കണ്ടന്റ് മൈൻഡിൽ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്തേ. എന്തൊക്കെയായിരിക്കും ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിന്റെ മെയിൻ കണ്ടന്റുകൾ വരുന്നത് അല്ലേ? നോക്കാം. ആദ്യം മുതൽ ഓർത്ത് നോക്കുമ്പോൾ എന്താ പ്രിപ്പറേഷൻസ് ഉണ്ട് അല്ലേ? പ്രിപ്പറേഷൻസിൽ പേരുള്ള റിയാക്ഷൻസുകളൊക്കെ ഓർത്ത് നോക്കണം. ഈ ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾ അല്ലെ, നിങ്ങൾ ഇത് കേട്ടു വലിയ കുഴപ്പമില്ലാന്ന് തോന്നി, അങ്ങനെയുള്ള ആൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ റിയാക്ഷൻസ് ആണ് കൂടുതലുള്ളത്. ആ റിയാക്ഷൻ 1 by 1 ആയിട്ട് പഠിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യത്തെ പേരുള്ള റിയാക്ഷൻസുകൾ പഠിക്കാൻ നോക്കുക. ഏതൊക്കെയായിരിക്കും അത്?
റോസൻമൗണ്ട്, സ്റ്റീഫൻ, എറ്റാർഡ്, ഗെട്ടർമാൻ കോച്ച്. പിന്നെ എന്തായിരുന്നു? ക്ലെമൻസൺ റിഡക്ഷൻ, വൂഡ് ഫിഷ്നർ റിഡക്ഷൻ. നെക്സ്റ്റ് ആൻഡോൾ കണ്ടൻസേഷൻ, കാനിസാരം. അല്ലേ? ആൻഡോൾ കണ്ടറിലാണ് റോസാനോടൊക്കെ ഇട്ടേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 8 ഇക്വേഷൻ. ആ 8 ഇക്വേഷൻ ഞാൻ ഓക്കെ ആണോ? വെല്ലായിട്ട് എനിക്കറിയാം. ഇനി അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യും? അതർ ദാൻ, അതല്ലാത്ത ഏതൊക്കെയായിരുന്നു? ഒരു 4 എണ്ണം ജനറൽ ആയിട്ട് വരുന്ന എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡൈബാൽ എച്ച്. കീറ്റോണിന്റെ 3 പ്രിപ്പറേഷൻസ്, കീറ്റോണിന്റെ 3 പ്രിപ്പറേഷൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു കാറ്റഗറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സൈനോഹൈഡ്രിൻ, ഹെമിഅസെറ്റാൽ, അസെറ്റാൽ, കീറ്റാൽ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു? നൈട്രജൻ ഡെറിവേറ്റീവ്. ഏതൊക്കെയായിരുന്നു? ഇമീൻ, ഷിഫ്റ്റ് ബേസ്, ഓക്സിൻ, ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, ഡിഎൻപി, സെമികാർബസോൺ. അപ്പോ ഇത് ഓരോ ക്ലസ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാൻ നോക്കാം. ഇപ്പൊ നിങ്ങളടുത്ത് ഇതൊക്കെ കൂടി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളോട് മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ കൂടി പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ബ്രേക്ക് ആവും, കൺഫ്യൂഷൻ ആവും. അപ്പൊ പഠിക്കുന്ന ക്ലസ്റ്റേഴ്സ് ആയിട്ട് എങ്ങനെ ക്ലസ്റ്റർ ആക്കാം? പ്രിപ്പറേഷൻ 4 എണ്ണം അത് നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് സൈനോഹൈഡ്, ഹെമിഅസെറ്റാൽ, അസെറ്റാൽ, കീറ്റാൽ ഒരു കാറ്റഗറിയാണത്. ആ കാറ്റഗറി പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നിങ്ങളുടെ ഈ ബുക്ക് തന്നേക്കുന്നതിൽ കാറ്റഗറി ഹെഡിങ് ഉണ്ടാവും. അതിൽ ഞാൻ പഠിച്ച ടൈപ്പ് ചിലപ്പോൾ 1 എണ്ണം ഉണ്ടാവുള്ളൂ, 2 എണ്ണം ഉണ്ടാവുള്ളൂ. അത് നോക്കുക, അത് പഠിക്കാം കേട്ടോ. അങ്ങനെ കൊണ്ടുപോകാൻ നോക്കുക. ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതുക, പ്രിപ്പറേഷൻ ഓഫ്. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് കാർബോക്സിലിക് ആസിഡ് കേട്ടോ. കാർബോക്സിലിക് ആസിഡ്. ആരോട് മോനെ വീഡിയോ ഓൺ ആക്കണം കേട്ടോ. അക്കിൻ നേരത്തെ മെസ്സേജ് അയച്ചു വെക്കുന്നതുകൊണ്ടാണ് പയ്യാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഓൺ ആക്കണം കേട്ടോ. മെസ്സേജ് അയക്കണം വയ്യാത്തോണ്ടാ. എന്നാ വേണ്ട കേട്ടോ. അറ്റൻറ്റീവ് ആയിരിക്കണം കേട്ടോ. അറ്റൻറ്റീവ് ആയിരിക്കണം കേട്ടോ. നോക്കാം. പ്രിപ്പറേഷൻ കേട്ടോ. കാർബോക്സിലിക് ആസിഡ് ഹെഡിങ് എഴുതി വെക്കാം. ദെൻ അതിന്റെ നോമൻക്ലേച്ചർ ആദ്യം ചെയ്യാനുണ്ട് കേട്ടോ. കാർബോക്സിലിക് ആസിഡിന്റെ നോമൻക്ലേച്ചേഴ്സ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ നോമൻക്ലേച്ചേഴ്സ് പേരൊക്കെ കുറച്ച് എഴുതി ക്ലിയർ ആയത് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. പിന്നെ അതിലൊരു കോമൺ നെയിം ആയിട്ടുള്ളതും കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. കോമൺ നെയിം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. നോമൻക്ലേച്ചർ ഹെഡിങ് എഴുതി കേട്ടോ. നോമൻക്ലേച്ചർ RCOH എന്നാണ് കാർബോക്സിലിക് ആസിഡ് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. RC ഡബിൾ ബോണ്ടോ OH കേട്ടോ. ഇതാണ് കാർബോക്സിലിക് ആസിഡ്. RC ഡബിൾ ബോണ്ടോ OH സ്ട്രക്ചർ കേട്ടോ. RCOH ജനറൽ ആയിട്ടുള്ളത് RC ഡബിൾ ബോണ്ടോ OH. നിങ്ങൾക്കറിയാലോ OE എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ജനറലി OE. ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതി. ഇനി നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് കാർബോക്സിലിക് ആസിഡ് പേരെന്തായിരിക്കും? വേഗം എഴുതിയേ. 1 കാർബൺ വന്ന എന്തായിരിക്കും? മെത്തനോയിക് ആസിഡ്. സെക്കൻഡ് CH3COOH എന്തായിരിക്കും? മെത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ്. ഇതിന്റെ കോമൺ നെയിം ഒക്കെ ബ്രാക്കറ്റിൽ എഴുതുക കേട്ടോ. ഫോമിക് ആസിഡ്. കോമൺ നെയിം ഫോമിക് ആസിഡ്. ഇതിന്റെ കോമൺ നെയിം എന്താ? അസറ്റിക് ആസിഡ്. ആദ്യത്തെ കോമൺ നെയിം എന്തായിരുന്നു? ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് എവിടെയാ പഠിച്ചത്? ആൻഡ് സ്റ്റിങ്. സ്റ്റിങ് അല്ലേ? അത് നമുക്ക് അറിയാവുന്നതാണ്. ഫോമിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ ബ്രാക്കറ്റില് അസറ്റിക് ആസിഡ്. കോമൺ നെയിം ആണ് കേട്ടോ. കോമൺ നെയിം എഴുതണം. കുറച്ച് കഴിയുമ്പോൾ എന്തിനാ ഞാൻ എഴുതിയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരരുത് കേട്ടോ. കോമൺ നെയിം ആണ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എവിടെയായിരുന്നു ഉപയോഗിച്ചത്? അതല്ല, കോമൺ വീട്ടില് കിച്ചണിലുണ്ട്. വീട്ടിലെന്താ? വിനെഗർ. കണ്ടി പഠിച്ചിട്ടില്ലേ? വിനെഗർ അസറ്റിക് ആസിഡ് കേട്ടോ. അസറ്റിക് ആസിഡ് വിനെഗർ കേട്ടോ. അതിൽ ഉപയോഗിക്കുന്നതാണ്. ദെൻ പേര് ചോദിക്കും, നിങ്ങൾ പറയണം. ഇവിടെ ഓർത്ത് നോക്കാം. ഇവിടെ തുടങ്ങി കേട്ടോ. എന്തായിരിക്കും പേര്? പ്രൊപ്പനോയിക് ആസിഡ് കേട്ടോ. പ്രൊപ്പനോയിക് ആസിഡ്.
പ്രൊപ്പനോയിക് ആസിഡ്. ഓക്കെ അല്ലേ? പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് മാറ്റോട്ടല്ലേ ക്ലാസ് എത്ര പേര് ഓക്കെ അല്ലേ? എന്തായിരിക്കും പേര്? ശരി ആണോ? ആ ശരിയാണ്. ഡൈ ചോദിക്കുന്നു എന്തായിരിക്കും? എത്ര കാർബൺ? ആ 2 കാർബൺ വന്നിട്ട് ആ ശരി ചേർക്കുക. അയാൾ പറഞ്ഞിരുന്നു എത്താൻ ഡൈ ഓയിക് ആസിഡ് കേട്ടോ ഓർക്കുക. എത്താൻ ഡൈ ഓയിക് ആസിഡ് കേട്ടോ ഓർക്കുക. എത്താൻ ഡൈ ഓയിക് ആസിഡ് ഇതിന് കോമൺ നെയിം എന്താണ്? കോമൺ നെയിം ടൊമാറ്റോയിലേക്കുള്ള ആസിഡാണ് ഓക്സാലിക് ആസിഡ് കേട്ടോ ഓർക്കുക. ടർമിഡിലല്ലേ ഓർക്കുക. അപ്പോ ഇത് IUPAC നെയിം എന്തായിരിക്കും? എത്തൻ 1,2 ഡയോയിക് ആസിഡ്. ഇനി ഇതിൽ നിങ്ങൾക്ക് അറിയാം എൻഡിൽ മാത്രമേ എന്ത് വരുള്ളൂ അല്ലേ? ഇത് വരുള്ളൂ. അതുകൊണ്ട് ആ നമ്പർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓർക്കുക. എത്തൻ ഡയോയിക് ആസിഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താ എത്തൻ 1,2 ഡയോയിക് ആസിഡ്. കോമൺ നെയിം ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ്. ഇല്ല കേട്ടോ കേട്ടോ അത് വേണ്ട, അങ്ങനെ ചോദിക്കില്ല കേട്ടോ. എത്തൻ 1,2 ഡയോയിക് ആസിഡ്. നെക്സ്റ്റ് സെബിൻ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാറി തിരിച്ചു ചോദിക്കും കേട്ടോ ഓർക്കുക. സെബിൻ ഇതിന്റെ ആൻസർ പറഞ്ഞ് മൈക്കെടുത്ത് വെച്ചിട്ട് വണ്ണാണോ? നോക്കി നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ടു ആണോ? 1,3 ഡയോയിക് ആസിഡ് കേട്ടോ എഴുതി. പ്രൊപ്പൻ 1,3 ഡയോയിക് ആസിഡ്. 1,3 ഡയോയിക് ആസിഡ്. ഇനി അതിന്റെ നമ്പർ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ COH എപ്പോഴും എൻഡിലേ വരുള്ളൂ. COH മിഡിൽ വരൂ ഇല്ല. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഞാനിപ്പോ നോക്കിയതുണ്ടോ പ്രൊപ്പൻ ഡയോയിക് ആസിഡ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. എന്തുകൊണ്ടാ? COH ഒരിക്കലും എൻഡിൽ വരാനായിട്ട് പറ്റില്ല. ഇനി പ്രൊപ്പൻ അല്ലെങ്കിൽ ഈ നമ്പർ ഇട്ടുകൊണ്ടും നല്ലതാണ് ആക്ച്വലി കേട്ടോ ഓർക്കുക. അപ്പൊ എന്തായിരിക്കും? പ്രൊപ്പേൻ 1,3 ഡയോയിക് ആസിഡ്. ഡയോയിക് ആസിഡ്. ഇതിന്റെ IUPAC നെയിം ആണ് ഇപ്പൊ പഠിച്ചത്. കോമൺ നെയിം ഇവിടെ വരുന്നത് മലോണിക് ആസിഡ്. MALONIC മലോണിക് ആസിഡ്. മലോണിക് ആസിഡ്. കോമൺ നെയിം മലോണിക് ആസിഡ്. എന്തോ ഈ കോമ്പൗണ്ട് ഉള്ളോ കെമിക്കൽ സ്പെസിഫിക് ആയിട്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇതേ പാറ്റേണിൽ പോവും. ബ്യൂട്ടൻ 1,4 ഡയോയിക് ആസിഡ്. ബ്യൂട്ടൻ 1,4 1,2 പോലെ ബ്യൂട്ടൻ അടുത്ത് എഴുതുക കേട്ടോ. ബ്യൂട്ടൻ 1,4 ഡയോയിക് ആസിഡ്. ബ്യൂട്ടൻ 1,4 ഡയോയിക് ആസിഡ്. ഇതിന്റെ കോമൺ നെയിം സക്സനിക് ആസിഡ്. സക്സനിക് ആസിഡ് കേട്ടോ. കോമൺ നെയിം സക്സനിക് ആസിഡ്.
SUCCINIC succinic acid. SUCCINIC succinic acid. കേട്ടോ, ഇത് ഈ കോമൺ നെയിം വേണമെങ്കിൽ വരാം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഇത് എഴുതാം, അല്ലെങ്കിൽ ഇത് എഴുതൂല. കുറെ കെമിക്കൽ ഏജന്റ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ വേറെ കേട്ടോ. നോക്കാം, ഷാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കിയാൽ മതി കേട്ടോ. കുറെ സാധനങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അങ്ങനെയുള്ള ഇതില്ലേ, ഇനി ഒന്ന് വെറുതെ വായിച്ചു പോകണം കേട്ടോ. വീട്ടിൽ പോയിട്ട് ഷാമ്പു ഒക്കെ കേട്ടോ, ഒന്ന് വായിച്ചു നോക്കും കേട്ടോ. മെയിനായിട്ട് ഇവിടെ ഉള്ള ഏതെങ്കിലും പുറത്തെ കമ്പനികൾ ഇപ്പോൾ പുറത്ത് അവിടെ നിന്നൊക്കെ വരുന്ന സമയത്ത് ക്രിയേറ്റ് ഫുള്ളായിട്ട് ഇത് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മൾ കോഡൊക്കെ ഉണ്ട്, ആ സാധനം അതൊക്കെ പറഞ്ഞ് കോഡൊക്കെ ആയിരിക്കും, മനസ്സിലാവും. അതിൻ്റെ അടുത്ത് അതല്ല ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ തന്നെ കൊടുക്കണമെന്ന് റൂൾ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്തായിരിക്കും? ഒബ്വിയസ്ലി നേരത്തെ നോക്കിയ ഒരു കാർബൺ കൂടി എത്ര ഉള്ളൂ, അപ്പൊ എന്തായിരിക്കും? പെൻഡൻ 1,5 ഡയോയിക് ആസിഡ് അല്ലെങ്കിൽ പെൻഡൻ ഡയോയിക് ആസിഡ്. പെൻഡൻ ഡയോയിക് ആസിഡ് അല്ലെങ്കിൽ പെൻഡൻ 1,5 ഡയോയിക് ആസിഡ്. പെൻഡൻ 1,5 ഡയോയിക് ആസിഡ്. പെൻഡൻ 1,5 ഡയോയിക് ആസിഡ്. ഓർമ്മ കൂടി ഉണ്ട്. ലാസ്റ്റ് ഒന്ന് എഴുതുമ്പോൾ കുറെ CH2 ഉള്ളത് കൊണ്ട് CH2 ഇങ്ങനെ എഴുതുകയാണ് 4. ഇനി COH ടോട്ടൽ എത്രയുണ്ട് നോക്കിയേ കാർബൺ. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുക കേട്ടോ. ഓക്കെ, ഇത് കണ്ടാൽ എന്തായിരിക്കും? ആക്ച്വലി എക്സ് ഉണ്ടോ? ഇത് 4. എത്ര CH2 ഉണ്ട് ഇതുപോലെ എഴുതുന്നത്? 4. ഇനി COH. അപ്പൊ എന്തായിരിക്കും? ഹെക്സൻ 1,6 ഡയോയിക് ആസിഡ്. 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 ഓക്കെ ആണോ? അത് നോക്കാം. ഇനി ഇത് ഈ കോമൺ നെയിമിന് വേണ്ടി തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞതിലൊക്കെ നോക്കി എന്താണ് പ്രൊപ്പിയോഫിനോ അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിൽ സക്സിനിക് ആസിഡ് ഒക്കെ IUPAC നെയിം അല്ലെങ്കിൽ കൺവേർഷൻ ഏരിയ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പേരുകളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓ മൈ സൺ ഗ്രേറ്റ് ഓൾവേസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പല രീതിയിലൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം, പറയാറുണ്ട്. ഓ മൈ സൺ ഗ്രേറ്റ് ഓൾവേസ്. O for എന്തായിരിക്കും? ഓക്സാലിക് ആസിഡ്. M for malonic acid. S for succinic acid. G for glutaric acid. Glutaric acid എഴുതിയില്ല അല്ലേ? എഴുതുക കേട്ടോ. glutaric acid. A for adipic acid. കേട്ടോ. ഇത് ഈ പെന്നിന്റെ ബ്രാക്കറ്റിൽ glutaric acid എഴുതണം കേട്ടോ. glutaric acid. glutaric acid. GLUTARIC glutaric acid. A for adipic acid. ഇത് ഏറ്റവും ലാസ്റ്റ് കേട്ടോ. നോക്കേ ഇവിടെ നോക്കിയേ, ഇതിനൊക്കെ വേണമെങ്കിൽ 1 ഇങ്ങനെ വെച്ച് മനസ്സിലാക്കി വെക്കുക. 2 3 കേട്ടോ. നോക്കാം 4 5 ഇല്ലേ? ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്സാലിക് ആസിഡ് ഉണ്ടായിരുന്നു കേട്ടോ. നോക്കാം, ഇത് ഓക്സാലിക് ആസിഡ് കേട്ടോ. ഓക്സാലിക് ആസിഡ് ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ? COH നോക്കാം. ഇതാണ് ഓക്സാലിക് ആസിഡ്. അപ്പൊ ഇങ്ങനെ നമ്പർ ഇട്ട് പോവാ 2 3 4 5 കേട്ടോ. നോക്കാം. എന്നിട്ട് ഇത് ഓക്സാലിക് ആസിഡ് എന്ന് എഴുതി വെക്കുക. M എന്തായിരിക്കും? മലോണിക് ആസിഡ്. S എന്തായിരിക്കും? സക്സിനിക് ആസിഡ്. G എന്തായിരിക്കും? ഗ്ലൂട്ടാറിക് ആസിഡ്. A എന്തായിരിക്കും? അഡിപിക് ആസിഡ്. ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം ഈ ഒരെണ്ണം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. COH. അടുത്ത എന്തായിരിക്കും? ഇത് എത്തൻ ഡയോയിക് ആസിഡ്. ഇത് എന്തായിരിക്കും? ഇത് നോക്കണ്ട. എന്തായിരിക്കും? പ്രൊപ്പൻ ഡയോയിക് ആസിഡ്. ഇത് എന്തായിരിക്കും? പ്രൊപ്പ് കഴിഞ്ഞാൽ ബ്യൂട്ടൻ ഡയോയിക് ആസിഡ്. ഇത് എന്തായിരിക്കും? പെൻഡൻ ഡയോയിക് ആസിഡ്. ഇത് എന്തായിരിക്കും? ഹെക്സൻ ഡയോയിക് ആസിഡ്. നോക്കാം. അപ്പൊ ഓർഡർ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. വേഗം പഠിച്ചു. ഈ പേര് ഇടണം കേട്ടോ. ഓ പറയുമ്പോ ക്ലിയർ ചെയ്ത് പോകണം.
ഇവിടെ ഓർത്ത് വെക്കാം. ദെൻ ഇഗ്നാഷ് ഒന്ന് ഓർഡറിൽ വേഗം പറയണം കേട്ടോ ഫസ്റ്റ്. ഇവിടെ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കണം കേട്ടോ ഓർത്ത് വെക്കാം. നമ്മൾ ഓൺലൈൻ ചലഞ്ചാണ് കേട്ടോ. ആ പേരുകൾ ഓക്സാലിക് ആസിഡ്, മലോണിക് ആസിഡ്, സക്സലിക് ആസിഡ്, ഗ്ലൂട്ടാറിക് ആസിഡ്, അഡിപ്പിക് ആസിഡ് നോക്കി വെച്ചാൽ മതി, കുഴപ്പമില്ല. നല്ല ലൗഡ് വോയിസിൽ ഇവര് നോക്കാതെ പറയും കേട്ടോ ഓർത്ത് വെക്കാം. നിങ്ങൾ ഓൺലൈനിലല്ലേ ഒത്തിരി ഇതായിട്ട് പറയാം കേട്ടോ. നോക്കി നല്ല ലൗഡ് വോയിസിൽ വെക്കണം കേട്ടോ ഓർത്ത് വെക്കാം. അത് കഴിയുമ്പോൾ ഓക്കെ ആരാണ് അതുണ്ടോ അവിടെ ചലഞ്ച് ചെയ്തെടുത്ത് നല്ല വെച്ച് ഉണ്ടോ. അഡിപ്പിക് ആസിഡ്, അഡിപ്പിക് ആസിഡ് കേട്ടോ ഓർത്ത് വെക്കാം. അഡിപ്പിക് ആസിഡ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങളെ കൂടെ എപ്പോഴുള്ള ആൾക്കാരാണ്. ബാഗ് ഉണ്ടോ നിങ്ങൾക്ക്? ബാഗ് പിടിച്ച് ഇതുണ്ടോ ഈ ബാഗ്? അതാരാണ് നൈലോൺ 66 എന്ന് പറയുന്നത്. ഹെക്സാമെത്തിലിൻ ഡയമീൻ പ്ലസ് അഡിപ്പിക് ആസിഡ് ആണത്. ഹെക്സാമെത്തിലിൻ ഡയമീൻ പ്ലസ് അഡിപ്പിക് ആസിഡ്. അങ്ങനെയാണ് ആ നൈലോൺസ് ഉണ്ടാക്കുക. നൈലോൺ ഇല്ലേ, നൈലോൺ കുറെ ടൈപ്പ് ഉണ്ട്. നൈലോൺ 66 ആണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കറിയാം ഈ ബാഗ് ഒക്കെ വാങ്ങിക്കുമ്പോ നിങ്ങൾ നല്ല ബ്രാൻഡിന്റെ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും, ഭയങ്കര വിലയൊക്കെ ആയിരിക്കും അത്യാവശ്യം. പക്ഷെ ലൈറ്റ്, ഏറ്റവും ലൈറ്റ് ആണ്, ഏറ്റവും വെയിറ്റ് കുറവാണ്, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തരും നൈലോൺ 66 ആണ്. പാരച്യൂട്ടിന്റെ ഇതിന് ഉപയോഗിക്കണം എന്നാണ് അവരുടെ റൂള്. പാരച്യൂട്ടിന്റെ ഇത് കണ്ടിട്ടില്ലേ, അത് നിങ്ങൾക്ക് അറിയാലോ. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊട്ടൂല, മനസ്സിലായി. അപ്പൊ അതിന്റെ ത്രെഡ് ഉണ്ടായിരുന്നു പണ്ട്. ഇത് കിട്ടുന്ന സമയത്ത് ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കൊല്ലാൻ പറ്റുമായിരുന്നു. അല്ലേ കേട്ടോ കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് തരുമ്പോൾ കാണാം നല്ല കേട്ടോ എടുക്കുമാൻ കേട്ടോ. അതൊക്കെ അങ്ങനെയൊക്കെ ചീത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ അല്ല കേട്ടോ, പുറത്തെ രാജ്യം, നമ്മളൊക്കെ നല്ല വിളി. അപ്പോൾ ഓർത്ത് നോക്കാം. അതെന്ന് പറഞ്ഞാൽ പൊട്ടില്ല എങ്ങനെയായാലും എന്ന് പറഞ്ഞാൽ ഹെയർ ലൈൻ അതിന്റെ അത്രയും മതി ആക്ച്വലി വരുന്ന സമയത്ത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ പറഞ്ഞു ആ പേരുകൾ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ലാസ്റ്റ് അടുപ്പിക്കാം. ഓൺലൈനില് ഇവർ പറഞ്ഞു ആരാ പറയണേ? കാണാതെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചലഞ്ചായിട്ട് നെക്സ്റ്റ് സൗരഭാണ് കേട്ടോ. ഓർത്തോക്കാം. ഒന്നായി നോക്കി പറയാം അല്ലെങ്കിൽ കാണാതെ പറയാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ആ പേരുകളൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിട്ടാ. വേഗം പറഞ്ഞു മോനെ. ഇതിലൊക്കെ വെയിറ്റ് ചെയ്യണ്ടേ? മൈക്കൊന്ന് അടുപ്പിച്ച് വെച്ച് പറഞ്ഞു. ഓക്കെ റൈറ്റ് ആണ്. വേഗം പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് അഡിപ്പിക് ആസിഡ് കേട്ടോ. അഡിപ്പിക് ആസിഡ് എഴുതി വെച്ചു. അഡിപ്പിക് ആസിഡ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് അഡിപ്പിക് ആസിഡ്. ക്രിസ് oxalic acid, malionic acid, succinic acid, glutaric acid, adipic acid. Then oxalic acid, malionic acid, succinic acid, glutaric acid, adipic. Oxalic acid, malionic acid, succinic acid, glutaric acid, അഡിപ്പിക് ആസിഡ് കേട്ടോ. ഓർക്കുക. ഇത് പറയുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ കോമൺ നെയിമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം കേട്ടോ. കോമൺ നെയിമിൽ നിന്ന് നിങ്ങൾക്ക് വരുമ്പോൾ കിട്ടണം. അത് ഈ പേരുകളുടെ ഈ ഓർഡർ ഒന്ന് പഠിക്കാൻ നോക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും കേട്ടോ. ഓർക്കുക. അല്ലാതെ കാണാൻ മാറി കഴിഞ്ഞാൽ ഒരു കാർബൺ തെറ്റി എല്ലാം തെറ്റും കേട്ടോ. ആദ്യത്തെ എന്താ ഓക്സാലിക് ആസിഡ് അല്ലെ, ടൊമാറ്റോനെ പുറത്തു നോക്കാം. ഓക്സാലിക് ആസിഡ് പിന്നെ ഉള്ളത് കിട്ടണം അല്ലെ. പുറത്തു ഓ മൈ സൺ ഗ്രേറ്റ് ഓൾവേസ് കേട്ടോ. അങ്ങനെ ഓർത്തു നോക്കാം. അപ്പൊ നമുക്ക് കിട്ടും ആ ഒരു ഓർഡർ കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചു നോക്കണം. ഇത് എഴുതി വെച്ച് എല്ലാവരും എഴുതിയത് കേട്ടോ. ഓർത്തു നോക്കാം. ഓരോ മുകളിൽ ഓക്സാലിക് ആസിഡ് എന്നൊക്കെ എഴുതണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കളയുമ്പോൾ സാറേ ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ എഴുതി കേട്ടോ. ആരോ ഓ മൈ സൺ ഗ്രേറ്റ് ഓൾവേസ് എന്നൊക്കെ എന്തിനാണ് കാർബോക്സിലിക് ആസിഡ് പഠിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. ഉറപ്പായിട്ടും കേട്ടോ. കുറച്ച് ആളെ ഞാൻ കാണിച്ചു തരാം. ആരെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കും സാറേ ഇത് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, എന്താണ് ഈ പരിപാടി കേട്ടോ. അപ്പൊ അതുകൊണ്ട് എഴുതണം. കാരണം നമ്മുടെ ഇതില് നിങ്ങളുടെ പൊസിഷനിൽ ഞാനൊക്കെ ആയി കഴിഞ്ഞാലും ചിലപ്പോ എന്തെങ്കിലും കഴിയുമ്പോൾ പിന്നീട് ഓർക്കാം എന്നൊക്കെ കരുതിയിട്ട് മാറ്റി വയ്ക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് എഴുതാൻ നോക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരും കൂടി ഉണ്ട്. താലിക് ആസിഡും ടറപ്താലിക് ആസിഡും.
ടാലിക് ആസിഡ് അവിടുത്തെ ആ ടേബിളിലുണ്ട്, പക്ഷെ ടെറപ്താലിക് ആസിഡ് അവിടെ ഇല്ല. കോമൺ നെയിമുകളാണ്. ഇതിനു മുമ്പ് ആദ്യം ഇത് എഴുതി നോക്കുക. ബെൻസീൻ ലിങ്കിന് മുകളിൽ COH വന്നാൽ ഇതിനെ വിളിക്കുന്നത് ബെൻസോയിക് ആസിഡ് ആണ്. എന്ന് എഴുതി വെച്ച് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ്. ഇങ്ങനെ വരുമ്പോ ബെൻസീൻ 1,4 ഡയോയിക് ആസിഡ് എഴുതാറുണ്ട്. തെറ്റാണ്, മാർക്ക് കിട്ടില്ല. ഇത് രണ്ടാമത്തെ കോമ്പൗണ്ട്, ഇത് ബെൻസോയിക് ആസിഡ്. ഇത് രണ്ടാമത്തെ എഴുതുമ്പോൾ പല കുട്ടികളും ബെൻസീൻ 1,4 ഡയോയിക് ആസിഡ് എഴുതുന്നത് തെറ്റാണ് കേട്ടോ. ഓർക്കുക, കാരണം ഇതിന് 1 2 3 4 5 6 ഇങ്ങനെ വരുമ്പോൾ ഈ കാർബണിന് നമ്പർ ഇല്ല. അതുകൊണ്ട് വന്നാൽ ഇത് ബെൻസീൻ 1,4 ഡൈ കാർബോക്സിലിക് ആസിഡ് എഴുതാം കേട്ടോ. ഒന്ന് എഴുതി വെച്ച് ബെൻസീൻ 1,4 കേട്ടോ. ഇത് വരുമ്പോൾ ബെൻസീൻ 1,4 ബെൻസീൻ 1,4 ഡൈകാർബോക്സിലിക് ആസിഡ്. ഡൈകാർബോക്സിലിക് ആസിഡ്. ഡൈകാർബോക്സിലിക് ആസിഡ്. കോമൺ നെയിം താലിക് ആസിഡ്. കോമൺ നെയിം ടെറപ്താലിക് ആസിഡ്. ടെറപ്താലിക് ആസിഡ്. താലിക് ആസിഡ് അല്ല, ടെറപ്താലിക് ആസിഡ്. TER കേട്ടോ. ടെറപ്താലിക് ആസിഡ്. ടെറപ്താലിക് ആസിഡ്. ടെറപ്താലിക് ആസിഡും ഒരു പോളിമറിനാണ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ടെറപ്താലിക് ആസിഡ്. ചോദിച്ചോ. TER PH ടെറപ്താലിക്. TH ALIC ടെറപ്താലിക് ആസിഡ്. ഇതൊന്നും എഴുതണം കേട്ടോ. ഇതിനും കോമൺ നെയിം ഉണ്ട്. ഇത് ഐബാക് നെയിം നേരത്തെ പറഞ്ഞതുപോലെ ബെൻസീൻ 1,2. എന്തുകൊണ്ടാ 1,2 ആവുന്നേ? ഇവിടെ നമ്പർ 1, ഇത് 2 3 4 5 6. എന്തുകൊണ്ടാണ് ഇവിടെ 1 കൊടുക്കുന്നത്? ഫംഗ്ഷൻ ഗ്രൂപ്പ് എവിടെ വരുന്നോ അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കേട്ടോ. ഓർക്കുക, അപ്പൊ അതുകൊണ്ടാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇതിന്റെ പേരെന്തായിരിക്കും? ബെൻസീൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡ്. ബെൻസീൻ 1,2. 1ലും 2ലും ആരുണ്ട്? COH ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ബെൻസീൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡ് ആവുന്നത്. ബെൻസീൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡ്. കോമൺ നെയിം താലിക് ആസിഡ്. താലിക് ആസിഡ്. TH ALIC താലിക് ആസിഡ്. TH ALIC താലിക് ആസിഡ് എന്ന് വിളിക്കുള്ളൂ കേട്ടോ. TH ALIC താലിക് ആസിഡ്. TH പ്രൊനൗൺസിയേഷൻ കേട്ടോ. താലിക് ആസിഡ്. അപ്പോൾ താലിക് ആസിഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പഠിക്കാനുണ്ടായിട്ടുള്ള ഒരു ഗബ്രിയേൽ താലിമൈൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ അമീൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് അറിയാം. അവിടെ നമുക്ക് ആരുണ്ട്? താലിക് ആസിഡ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ. നോക്കാം. അപ്പോൾ ഇത്രയും പേര് നോമൻക്ലേച്ചേഴ്സിന്റെ ഏരിയ ആണ്. ഇനി നമുക്ക് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് ഹെഡിങ് എഴുതുക കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ടെക്സ്റ്റ് ബുക്കില് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് 6 ഹെഡിങ് ആണ് കൊടുക്കുന്നത്. ഒരു ഫ്രം ആൽക്കഹോൾ, ഫ്രം ആൽഡിഹൈഡ്, ഫ്രം ആൽക്കൈൽ ബെൻസീൻ, then from nitrite, from acyl halide, from ester. ഇങ്ങനെയാണ് ഹെഡിങ്സ് കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല. ടോട്ടൽ എത്രയുണ്ട്? 6. ആ 6നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരുമ്പോൾ നമുക്ക് കൺവേർഷൻ ആയിട്ടും കോമ്പൗണ്ടുകളുടെ എന്താണ് ഡാഷ് ആയിട്ടൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ആ 6നെ ഓർഡറിൽ കൊടുക്കും. അതിൽ 2 എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. 2 എന്തായിരിക്കും? ഓക്സിഡേഷൻ കേട്ടോ. അപ്പോൾ ആ ഹെഡിങ്സുകൾ നമ്മൾ പഠിച്ചു നോക്കും. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടും? സ്ട്രോങ് ഓക്സിഡേഷൻ ചെയ്താൽ കാർബോക്സിലിക് ആസിഡ്. അത് തന്നെ വീണ്ടും വരും കേട്ടോ. അതുപോലെ ആൽക്കൈൽ ബെൻസീൻ, ബെൻസീനിന് മുകളിൽ കാർബൺ ഗ്രൂപ്പുകൾ വരുന്നതാണ് എന്ത്? ആൽക്കൈൽ ബെൻസീൻ. ആ ആൽക്കൈൽ ബെൻസീനെ നമ്മൾ ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. അതാണ് 2 ഓക്സിഡേഷൻ, 2 ഓക്സിഡേഷൻ. അതുപോലെ 3 ഹൈഡ്രോളിസിസ്. 3 എന്താണ്? ഹൈഡ്രോളിസിസ്. വാട്ട് മീൻ ഹൈഡ്രോളിസിസ്? ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ടർ ആഡ് ചെയ്യും അല്ലേ? വാട്ടർ ആൻഡ് H+. അസിഡിക് ഹൈഡ്രോളിസിസ് ആണ്. അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. അത് 3 ഉണ്ട്. 3. അപ്പോൾ 2 എന്തായിരുന്നു? ലണ്ടനിലേക്ക് പോയിട്ടാ പറ്റുന്നത്. ഞാൻ പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ചാൽ പറയാം. 2 എന്തായിരുന്നു? എല്ലാവരും പോയി കണക്കാണ്. ഇവിടെ ഒന്നുമില്ലേ? 2 എന്തായിരുന്നു? ആദ്യത്തെ 2 ഓക്സിഡേഷൻ. ആദ്യത്തെ 2 എന്തായിരുന്നു? ഓക്സിഡേഷൻ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊക്കെ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ നിന്ന് പോകാറുണ്ട്. ഓക്കെ. അപ്പോൾ ഓർത്തോക്കെ 2 എന്തായിരുന്നു? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ആരെയൊക്കെ ഓക്സിഡേഷൻ ചെയ്യണം? ആരെയും ഓക്സിഡേഷൻ ചെയ്യണ്ടേ? ഓക്സിഡേഷൻ ഓഫ് ഡാഷ് ചെയ്ത കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ കേട്ടോ. ആൽക്കഹോൾ കേട്ടോ. പിന്നെന്തായിരുന്നു? ആൽക്കൈൽ ബെൻസീൻ കേട്ടോ. ഓർത്തോക്ക ആൽക്കൈൽ ബെൻസീൻ കേട്ടോ. ഈ ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മുടെ വ്യത്യാസം അതാണ് ആക്ച്വലി കേട്ടോ. ഓർത്തോക്ക നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ അല്ലേ എല്ലാവരും പോയി വരും. അപ്പോ എന്താണ് ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഓർത്തോക്ക എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിന് ഓക്സിഡേഷൻ ചെയ്ത് കിട്ടും കാർബോക്സിലിക് ആസിഡ് കിട്ടും കേട്ടോ. ഓർത്തോക്ക എന്നെ പിന്നെ ആൽക്കൈൽ ബെൻസീൻ കേട്ടോ. 2 ഓക്സിഡേഷൻ. എത്ര ഓക്സിഡേഷൻ? 2 ഓക്സിഡേഷൻ. എത്ര ഹൈഡ്രോളിസിസ് ആണ്? 3 ഹൈഡ്രോളിസിസ് അല്ലേ? ഹൈഡ്രോളിസിസ് 3 ഉണ്ട്. ആ 3 ഒന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുന്നതാണ്. അത് ഓൺലൈനിൽ ആൾക്കാർ ഉപയോഗിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. ഹൈഡ്രോളിസിസ് ചെയ്യുന്ന ആരൊക്കെയാണ്? വാട്ടർ ആഡ് ചെയ്ത കാർബോക്സിലിക് ആസിഡ് കിട്ടുന്ന 3 ആൾക്കാരുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ഓർത്ത് നോക്കട്ടോ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് സയനൈഡ്. സയനൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ആ പേരുകൾ മാത്രം പഠിച്ചു നോക്കുക. എന്തായിരിക്കും? സയനൈഡ്. പിന്നെന്തായിരിക്കും? എസ്റ്റർ. പിന്നെന്തായിരിക്കും? എസ്റ്റർ. പിന്നെന്തായിരുന്നു? അമൈഡും സയനൈഡും ഒരേ കാറ്റഗറിയില്ല ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ അത് പുതിയ ഫിറ്റിംഗ് ആയിട്ട് എഴുതും. അപ്പോൾ ആദ്യമൊക്കെ എന്തായിരുന്നു? സയനൈഡ്. പിന്നെന്തായിരുന്നു? എസ്റ്റർ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, അസൈൽ ഹാലൈഡ്. എന്തായിരുന്നു? അസൈൽ ഹാലൈഡ്. 3 ആൾക്കാരാണ്. ഹൈഡ്രോളിസിസ് ഓഫ് 3 ആണ്. ഒന്നുകൂടി പറയാം. സയനൈഡ് അല്ലേ? ഭയങ്കര ഡേഞ്ചറസ് ആണ് സയനൈഡ് കേട്ടോ അല്ലേ? നോക്കാം. അപ്പോൾ ആ സയനൈഡ് ആയിട്ടുള്ള അല്ലേ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സയനൈഡ് ഇട്ടാം. നോക്കാം. സയനൈഡ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ സയനൈഡ് കേൾക്കുന്നത് ഈ ശ്രീലങ്ക തമിഴ് LTT-നെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ചെറുപ്പത്തിലേക്ക് കേൾക്കുന്ന ആളാണ്. കേട്ടോ നിങ്ങൾ അങ്ങനെ അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവര് ഇവരുടെ ഈ കഴുത്തിലൊരു ബുള്ളറ്റ് പോലെ ഒരു ചെറിയൊരു സൈനിക ഉണ്ടാവും. കടിച്ചവര് കഴിക്കും, മരിച്ചു. അല്ലെങ്കിൽ ഈ ആർമിയിലൊക്കെ അവര് ഭയങ്കരമായിട്ട് അല്ലേ ഒരു ടോർച്ചർ ചെയ്തിട്ട് കൊന്നു കളയുവര്. മനസ്സിലായി? അപ്പൊ ഇൻ കേസ് ആ ടോർച്ചറിങ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സയനൈഡിന്റെ ആക്ഷൻ ഇതാണ്. ഇവിടെയുള്ള ഈ സ്കിന്ന് സെമി പെർമിയബിൾ ആണ് ആക്ച്വലി. ആ സെമി പെർമിയബിൾ നേരെ ഇവിടെ എത്തും. അതിനാണ് ചില ഡ്രഗ്സ് ഒക്കെ ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ അഫക്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് നേരെ നെർവ് വഴി എത്തും. അപ്പോൾ ബ്രെയിൻ ഡെത്ത് വരും. ബ്രെയിൻ ഡെത്ത് വന്നു കഴിഞ്ഞാൽ സഡൻ വരും. സയനൈഡ് അങ്ങനെയാണ് കേൾക്കുന്നത്. പിന്നെ ഈ അടുത്തൊരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? ഈ അടുത്തൊരു വലിയ ഒരാളിങ്ങനെ കുറേ വലിയ പരമ്പരയൊക്കെ വന്നു. ജോലി എന്നൊക്കെ പറഞ്ഞു അല്ലെ? കൂടത്തായി മറ്റേ ഇതിലെ വരെ വരെ അല്ലെ ഡോക്യുമെന്ററി വരെ വന്നിട്ടുണ്ട്. അപ്പോ സയനൈഡ് നമുക്ക് ഈ കടകളില് ഈ ഇതില് ഗോൾഡിന്റെ ഒക്കെ കടകളിൽ ഗോൾഡ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എടുത്തു വെക്കുന്നത് കേട്ടോ. നോക്കാം. ദെൻ ആ സയനൈഡ് ആണ് നൈട്രേറ്റ് കേട്ടോ. അപ്പൊ സയനൈഡില്ല ഹൈഡ്രോളിസ് ചെയ്താൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ്. പിന്നെ എന്തൊക്കെയാ വേണ്ടേ? സയനൈഡിനെ ഹൈഡ്രോളിസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. പിന്നെ എന്ത് വരും? എസ്റ്ററിനെ ഹൈഡ്രോളിസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. പിന്നെ തേർഡ് എന്തായിരുന്നു? അസൈൽ ഹാലൈഡ് അല്ലേ? അസൈൽ ഹാലൈഡ് ഹൈഡ്രോളിസിസ് ചെയ്ത് കിട്ടും. അപ്പൊ ടോട്ടൽ 5 ആയി കേട്ടോ. ടോട്ടൽ 5 ആണ് പ്രിപ്പറേഷന്റെ ആദ്യത്തെ ഇത് വരുന്നത്. ലാസ്റ്റ് വരുന്നത് ഗ്രിഗ്നാൾ റിയേജന്റ് RMGX റിയാക്ട് വിത്ത് കാർബൺ ഡയോക്സൈഡ് ടു ഫോം കാർബോക്സിലിക് ആസിഡ്. എങ്ങനെ 6 ഹെഡിങ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. നോക്കാം. അപ്പോൾ ഹെഡിങ് ഇത് എഴുതി വെച്ചേ. പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ഫസ്റ്റ് ഹെഡിങ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ.
ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. പ്രൈമറി ആൽക്കഹോൾ oxidized to carboxylic acid. Primary alcohol oxidized to carboxylic acid with common oxidizing agent. ആ ഓക്സിഡൈസിങ് ഏജന്റ് എന്തായാലും നമ്മൾ എക്സാമ്പിൾ എഴുതും. ഏതൊക്കെയായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ് കൊടുക്കുന്നത്? ആൽക്കഹോളിന് ആൽക്കലൈൻ KMnO4 or acidified K2Cr2SO4 or Jones reagent CrO3H2SO4. കേട്ടോ കൊടുക്കുക. 4 ആണ് കേട്ടോ. കൊടുക്കുക ആൽക്കലൈൻ KMnO4 or acidified K2Cr ആണ് കേട്ടോ. K2Cr2O7 ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ മതി. or എന്താണ് ആക്ച്വലി CrO3H2SO. ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഇതിന്റെ പേരൊന്നും ഓർത്തോണം കേട്ടോ. അത് ജോൺസ് റിയേജന്റ് ആണ്. ജോൺസ് റിയേജന്റ് CrO3H2SO. ജോൺസ് റിയേജന്റ് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ. പ്രൈമറി ആൽക്കഹോൾ അതിനാ ഇതിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഇട്ടാൽ അതെന്തായി മാറും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. Then next heading oxidation of alkyl benzene. Next heading oxidation of alkyl benzene. ബെൻസീൻ അതിന്റെ മുകളിൽ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം CH3. അപ്പൊ സെക്കൻഡ് ഹെഡിങ് ആണ് ഇപ്പോൾ എഴുതിയേക്കുന്നത്. നമ്മൾ ആ ഹെഡിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ കൊടുത്തു, അല്ലെങ്കിൽ ഫ്രം എന്നൊക്കെ കൊടുത്ത് ഇത് താഴെ ഒരു വേർഡ് അങ്ങനെ വേണം നമുക്ക് കേട്ടോ. ഈ ചാപ്റ്ററിലുള്ള ഏറ്റവും നല്ലൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പം എഴുതുന്ന റിയാക്ഷൻ എടുക്കുള്ളൂ. ഈ റിയാക്ഷൻ വെച്ചിട്ട് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ബോർഡിലും വന്നിട്ടുണ്ട്. കാരണം അത് വെറൈറ്റി ആയിട്ട് ചോദിക്കാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു വ്യൂവില് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാം. കാരണം പല ഇക്വേഷനും നമുക്ക് എന്താണ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, ഇതിന് എന്തില്ല, വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. അതുകൊണ്ടാണ് ആക്ച്വലി വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ബെൻസീൻ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇത് ആൽക്കൈൽ ഗ്രൂപ്പ്, ഇതെന്താ ബെൻസീൻ. ആൽക്കൈൽ അപ്പൊ എന്തൊക്കെയാവാം? C2H5 ആവും അല്ലെ, ഇവിടെ പ്രൊപ്പ് ആകാം അല്ലെ, ഇതിന് മുകളിൽ കാർബണിന്റെ ഏത് വലിയ ഗ്രൂപ്പും വരാം. ഇനി ഇവിടെ കീറ്റോൺ ആകാം, അങ്ങനെയൊക്കെ കുറെ വരാം. അപ്പൊ ആ കാറ്റഗറി എല്ലാം ചെയ്യാൻ പറ്റാവുന്നതാണ് ഈ ആൽക്കൈൽ ബെൻസീൻ എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ KMnO4 and KOH, KMnO4 and KOH ഇതാരാണ് ഓക്സിഡൈസിങ് ഏജന്റ് തന്നെയാണ്. അങ്ങനെ ഇടുന്ന സമയത്ത് ഒരു ഇന്റർമീഡിയറ്റ് വരും, ഇന്റർമീഡിയറ്റ് COOK. That H3O+, അസിഡിക് ഹൈഡ്രോളിസിസ് ആണ് H3O+. കേട്ടോ, നമ്മളൊരു ഹീറ്റ് കൊടുത്തിട്ടാ H3O+. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് COOH ആയി മാറും. COOH കേട്ടോ, ഒന്ന് എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട കേട്ടോ. നോക്കാം, ഇപ്പൊ നമ്മൾ എഴുതിയൊന്നും ഒന്നും സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമേ ഇല്ല. കാരണം ഇത് കൺവേർഷനും കേട്ടോ. നോക്കാം, പല രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. എല്ലാം റിയാക്ഷനും റിയേജന്റ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അത്ര ഈസി അല്ലെന്ന് അവർക്ക് അറിയാം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഓക്കെ ആയോ? ക്ലിയർ അടിക്കണ്ടാവും അല്ലേ? ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ആ സൈഡിലെല്ലാം കാണാൻ പറ്റുന്നുണ്ടായില്ല അല്ലേ?
ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇതില് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കണ്ടമാന ഇക്വേഷൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ഒറ്റ ക്വസ്റ്റിനെ വെച്ചിട്ട് തന്നെ ഇതിന് തൊട്ട് താഴെയുള്ള എക്സസൈസിൽ ഏകദേശം ഒരു 6 ക്വസ്റ്റ്യൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻ ബാക്കിലുണ്ട്, പല സ്ഥലത്തുണ്ട്. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി പറയാം. ഈ കാർബൺ ചെയിൻ അല്ലേ ഇവിടെ എത്ര വലിയ ചെയിൻ വന്നാലും ഇത് ഒറ്റയടിക്ക് CO ആവും എന്ന് പറഞ്ഞത് നോക്കിയേ. ഇത് കണ്ടോ, ഈ കോമ്പൗണ്ട് പേര് എന്തായിരിക്കും? CH3 CH2. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സാമ്പിൾ കൊടുക്കുന്നുള്ളൂ, പക്ഷെ അതിന്റെ ബാക്കിലൊക്കെ ഇത് വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. എന്തായിരിക്കും? കേമനോഫോറൻ കെ വെച്ച് കൊടുത്താൽ വരും കൊടുത്താൽ എത്ര വലിയ ചെയിൻ വന്നാലും, കാർബണിന്റെ ഏത് വലിയ ചെയിൻ വന്നാലും എന്താവും? COOK ആവും കേട്ടോ. COOK. അപ്പൊ എനിക്കിതൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല, കാരണം ഇതിന്റെ ചോദ്യങ്ങൾ താഴെ എഴുതാൻ പോവാണ് നമ്മള്. എല്ലാത്തിനും ഒരേ പാറ്റേൺ ആണ് ആൻസർ വരുന്നത്, പക്ഷെ അതിന്റെ ക്വസ്റ്റ്യന് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. ചെയിൻ ഫുള്ള് പോകും. സെക്കൻഡ് എക്സാമ്പിൾ വേഗം എടുത്തെടുത്ത് കേട്ടോ. ചെയ്യുന്നുണ്ടോ? ഈ കാർബണിന്റെ ഏത് കോമ്പൗണ്ടുകൾ വന്നാലും അത് ഒറ്റയടിക്ക് വൈപ്പ് ഔട്ട് ചെയ്തു വരും എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇവിടെ ഒരു ക്ലോറിൻ വന്നാൽ പറ്റൂല, OH വന്നാൽ പറ്റൂല, അതേസമയത്ത് CHO വന്നാൽ പറ്റും, CH2 അസറ്റോഫിനോൺ വന്നാൽ പറ്റും, പ്രൊപ്പിയോഫിനോൺ വന്നാൽ പറ്റും, ക്യുമീൻ വന്നാൽ പറ്റും, സ്റ്റൈറിൻ വന്നാൽ പറ്റും കേട്ടോ. ഓർക്കുക, അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ വരുമ്പോഴൊക്കെ ഇത് മാറിക്കൊണ്ടിരിക്കും. ബ്രേക്ക് ചെയ്യാൻ പറ്റാം കേട്ടോ. ഓർക്കുക, പറ്റില്ല. കാർബൺ ആൻഡ് എന്താണ് ആക്ച്വലി അതിന്റെ ഏത് വലിയ കോമ്പൗണ്ടിൽ എത്ര വന്നാലും ഇത് വരും. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഓർമ്മയുള്ളൂ, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം കാണിച്ചു തരാം കേട്ടോ. നോക്കാം, അപ്പൊ അത് ക്ലിയർ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഇത് എഴുതിയല്ലോ. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസുകൾ വേഗം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എഴുതി വെക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കില ഇതിന് തൊട്ട് താഴെ തന്നേക്കുന്നത്, കാരണം ഇതില്ലെങ്കിൽ പിന്നീട് മനസ്സിലാവുമല്ലോ കേട്ടോ. നോക്കാം, ഇതിന് താഴെ ഒന്ന് എഴുതി കേട്ടോ. ഈ ഹെഡിങ്ങിന് താഴെ കുറച്ച് നമുക്ക് എഴുതാറുണ്ട്. എക്സാമ്പിൾ 12.5 കേട്ടോ. നോക്കാം, എക്സാമ്പിൾ 12.5 ചാപ്റ്റർ മാർക്ക് നിങ്ങൾ പുതിയ ബുക്കാണോ? പഴയ ബുക്ക് എക്സാമ്പിൾ ഏതായിരിക്കും? എക്സാമ്പിൾ 8.5 കേട്ടോ. നോക്കാം, എക്സാമ്പിൾ 8.5 അതിലെ 4th ക്വസ്റ്റ്യൻ എഴുതി വെച്ചേ. 4-methyl acetophenone to 4-methyl acetophenone to 4-methyl acetophenone to terephthalic acid. Terephthalic acid എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1,4-dicarboxylic acid. 4-methyl acetophenone to terephthalic acid അല്ലെങ്കിൽ ബെൻസീൻ 1,4-dicarboxylic acid. ബെൻസീൻ 1,4-dicarboxylic acid. എങ്ങനെ ചെയ്യും? ഇവിടെ നോക്കുക, എന്തായിരുന്നു ഒരു ചോദിച്ചിരിക്കുന്നത്? 4-methyl acetophenone. 4-methyl acetophenone. ആരാ acetophenone? COCH3. ഫ്രെഡൻക്രാഫ്റ്റ് അസൈലേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? acetophenone. 4th പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4. ഓർക്കുക, 4ൽ മീഥൈൽ വന്നു. ഇതാണ് 4-methyl acetophenone. ഇതിനാ എന്താക്കി മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ എന്ത് വരും? COOK. റിയാക്ഷൻ ഉപയോഗിക്കുന്നുണ്ടോ? കാർബണിന്റെ എത്ര വലിയ ഗ്രൂപ്പ് വന്നാലും COK മാറും. അപ്പൊ ഇത് യൂണിക് ആണ്, വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല. ഇതാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് ഇത് ഉള്ളൂ, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ബാക്കിലൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കിയിട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കാണില്ല, പക്ഷെ അതാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ?
വേഗം എഴുതി വെക്കും കേട്ടോ. ഇതിന്റെ പേരെന്താ? ഫോർമിതൈൽ അസറ്റോഫിൻ. അതിന്റെ പേരെന്തായിരുന്നു? ടെറപ്താലിക് ആസിഡ്. ടെറപ്താലിക് ആസിഡ്. വേഗം എടുത്ത് എഴുതുക കേട്ടോ. കുറെ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇൻടെക്സ്റ്റ് 8.7. ഇൻടെക്സ്റ്റ് 8.7. ഇൻടെക്സ്റ്റ് 8.7. ഇൻടെക്സ്റ്റ് 8.7. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈഥൈൽ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് എഴുതി കൊടുത്തേ. അടുത്ത ക്വസ്റ്റ്യൻ ഈഥൈൽ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ്. ഈഥൈൽ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ്. ഈഥൈൽ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ്. ഈഥൈൽ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് എന്തായിരിക്കും? ഈഥൈൽ. ഈഥൈൽ എന്ന് പറഞ്ഞാൽ എത്രയാ? എത്രയാ? 2 കാർബൺ അല്ലേ? ദേ ഇത് 1. ഈഥൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? CH2 CH3. നമ്മൾ ഓർക്കുക എത്ത് 2 കാർബൺ എടുക്കുക, ഹൈഡ്രജൻ ഫിൽ ചെയ്യുക. ഇതാണ് ഈഥൈൽ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ്. സെയിം റിയേജന്റ് വേഗം കേട്ടോ. ഈഥൈൽ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് വേഗം എടുത്തെടുത്ത് കേട്ടോ. ഈഥൈൽ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ്. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അവിടെയാണ് ചലഞ്ച്. ഈഥൈൽ ബെൻസീൻ അത് എവിടെ നിന്ന് ഇനി അങ്ങനെ ആലോചിച്ചിരിക്കും കേട്ടോ. അപ്പൊ ബെൻസോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ അല്ലെ, ബെൻസീൻ വരുന്ന ഒരെണ്ണം പഠിപ്പിച്ചിട്ടുള്ളൂ. അത് അങ്ങനെ വെച്ചിട്ട് ആലോചിക്കാൻ പറ്റണം കേട്ടോ. അതല്ലേ വെട്ടിക്കുന്ന ആൽക്കൈൽ ബെൻസീൻ മാത്രം ഓരോ ചെയിൻ ഇല്ലാത്തത് അത് വർക്ക് ചെയ്യില്ല. ഈഥൈൽ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ്. നെക്സ്റ്റ് അസറ്റോഫിനോൺ ടു ബെൻസോയിക് ആസിഡ് എഴുതുന്നില്ല, കാരണം ഇത് ഒരേ കാറ്റഗറി തന്നെ. അടുത്ത എഴുതി വെച്ചോ ഫിനൈൽ ഈഥീൻ സ്റ്റൈറിൻ കേട്ടോ. ഓർത്തുക സ്റ്റൈറിൻ STYREN സ്റ്റൈറിൻ. ഫിനൈൽ ഈഥീൻ അങ്ങനെ തന്നെ ഇതില്ല. അതിന്റെ കോമൺ നെയിം ബ്രാക്കറ്റിൽ അവിടെ ഉണ്ട്. അപ്പൊ എക്സാമിന് ചോദിക്കുമ്പോൾ സ്റ്റൈറിൻ എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഓർത്തുക പോളിസ്റ്റർ എന്ന് കേട്ടോ. അതാണ് കേട്ടോ. അപ്പൊ ഇനി പോളിസ്റ്ററിനെ കണ്ടോ കേട്ടോ. ഓർത്തുക പോളിസ്റ്ററിനെ കണ്ടില്ലെങ്കിൽ പോളിയസ്റ്റർ കേട്ടോ. ഓർത്തുക സ്റ്റൈറിൻ കേട്ടോ. ഓർത്തുക സ്റ്റൈറിൻ കൺവേർട്ട് ടു ബെൻസോയിക് ആസിഡ്. അടുത്ത എല്ലാവരും എഴുതി വെച്ചേ സ്റ്റൈറിൻ. സ്റ്റൈറിൻ കൺവേർട്ട് ടു സ്റ്റൈറിൻ കൺവേർട്ട് STYREN സ്റ്റൈറിൻ കൺവേർട്ട് ടു ബെൻസോയിക് ആസിഡ്. സ്റ്റൈറിൻ എന്ന് പറഞ്ഞാല് 2 കാർബൺ അതിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും കേട്ടോ. ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ ബാലൻസ് നോക്കിയേ. കാർബൺ 4 അല്ലേ, ഇവിടെ 2 കഴിഞ്ഞു, ബാക്കി റിമൈനിങ് 2. ഇവിടെ ടോട്ടൽ എത്രയായി? 4. ഇനി കാർബൺ അല്ലേ, ഇവിടെ 1 2 3. ഇനി ഒരു H കൂടി ഫിൽ ചെയ്യാം. നോക്കാം ഈ പാക്ക് നെയിം എന്തായിരിക്കും? ഫിനൈൽ ഈഥീൻ. അതിന്റെ കോമൺ നെയിം ആണ് സ്റ്റൈറിൻ. ഫിനൈൽ ഈഥീൻ സ്റ്റൈറിൻ ടു എന്തായിരുന്നു? ബെൻസോയിക് ആസിഡ്. അപ്പോൾ ചോദ്യങ്ങൾ കണ്ടോ? സ്റ്റൈറിൻ ടു ബെൻസോയിക് ആസിഡ്. അപ്പൊ ഹെഡിങ് എന്തായിരുന്നു? ഓക്സിഡേഷൻ ഓഫ് ആൽക്കൈൽ ബെൻസീൻ. നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ല ഈ ഒരു ഏരിയ, അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർത്ത് കളഞ്ഞത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യന്റെ പാറ്റേൺ നിങ്ങൾ നോക്കണം. കാർബണിന്റെ ചെയിൻ. ഇനി ഇതിൽ നിന്നൊക്കെ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും. ക്യുമീൻ കൺവേർട്ട് ടു ബെൻസോയിക് ആസിഡ് ഉണ്ടോ? അതോ ക്യുമീൻ പ്രൊപ്പിയോഫിനോൺ കൺവേർട്ട് ടു ബെൻസോയിക് ആസിഡ്. ആ ചോദ്യമൊക്കെ വന്ന ഈ റിയേജന്റ് ആണ്. പ്രൊപ്പിയോഫിനോൺ എന്ന് പറഞ്ഞ ബെൻസീനിക് അമൗണ്ട് CO CH2 CH3 ഉണ്ടോ? അപ്പൊ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ബെൻസോയിക് ആസിഡ് വരുമ്പോൾ ഈ റിയാക്ഷൻ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ 2 ഓക്സിഡേഷൻ കഴിഞ്ഞു. ഇനി എന്തായിരിക്കും അടുത്ത? ഹൈഡ്രോളിസിസ് ഓഫ് ആയിരിക്കും അല്ലേ. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക ഹൈഡ്രോളിസിസ് ഓഫ് നൈട്രൈൽ. ഹൈഡ്രോളിസിസ് ഓഫ് നൈട്രൈൽ. ബ്രാക്കറ്റ് എഴുതി വെക്കുക സയനൈഡ്. ബ്രാക്കറ്റ് എഴുതി വെക്കുക സയനൈഡ്. ടെക്സ്റ്റ് ബുക്കില് നൈട്രൈൽ ആൻഡ് അമൈഡ് എന്നുണ്ട്. അമൈഡിനെ ഞാൻ അവിടെ ഇടുന്നില്ല കേട്ടോ. ഓർക്കുക എന്താണെന്ന് പിന്നെ പറയാം. ഹൈഡ്രോളിസിസ് ഓഫ് സയനൈഡ് എഴുതിയോ?
സൈനൈഡ് എന്ന് പറഞ്ഞാൽ RCN. RCN. ഈ സൈനൈഡിലേക്ക് അസിഡിക് ഹൈഡ്രോളിസിസ്, അപ്പൊ എന്താ H2O and H+, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം H3O+. ഇവിടെ ഓർത്ത് നോക്കാം H2 and H+, അല്ലെങ്കിൽ H3O+ തന്നെ കൊടുക്കാം. H2 and H+, അല്ലെങ്കിൽ H3O+. അങ്ങനെ ചെയ്താൽ RCOOH ആവും. RCOH ആവും. എടുത്ത് RCN, H2O and H+, RCOOH. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ ഇതിങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ സൈനൈഡ് ഹൈഡ്രോളിസിസ് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ്. അങ്ങനെ തന്നെ പഠിക്കാവൂ കേട്ടോ. സൈനൈഡ് അണ്ടർഗോ ഹൈഡ്രോളിസിസ് ടു ഫോം കാർബോക്സിലിക് ആസിഡ്. ടെക്സ്റ്റ് ബുക്കിൽ അവർ ഇങ്ങനെയല്ല തന്നേക്കുന്നത്, ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ഇതേപോലെ അവർ H+ and OH- എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അസിഡിക് ഹൈഡ്രോളിസിസ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് RCO. Then വീണ്ടും അവർ H2O and H+. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ പഠിക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും പണ്ട് ഇതുപോലെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന പോലെ എഴുതി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ അമൈഡ് കാർബോക്സിലിക് ഡൗട്ട് വരും. ഇവിടെ നിങ്ങൾ എഴുതി വെക്കണം പാർഷ്യൽ ഹൈഡ്രോളിസിസ്. എന്താണ് പാർഷ്യൽ? ഇതേ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ പാർഷ്യൽ ഹൈഡ്രോളിസിസ് എന്ന് ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. പാർഷ്യൽ ഹൈഡ്രോളിസിസ് അങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചാൽ മാത്രമാണ് അമൈഡ് കിട്ടുക. അമൈഡ് ഹൈഡ്രോളിസിസ് എന്ത് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഇതൊന്നും എഴുതി വെച്ചേ RCN. ഇവിടെ പാർഷ്യൽ ഹൈഡ്രോളിസിസ്, പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഇങ്ങനെ എഴുതാം. ഇത് എവിടെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്? ഈ ചാപ്റ്ററിന്റെ ബാക്കിലൊന്നും ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. നോക്കാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൾക്കാരാണെങ്കിൽ അമീൻ എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ഓരോ റിയാക്ഷൻ പഠിക്കുമ്പോൾ അത് പാസ്റ്റ് ഇയർ അവിടെ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ അവിടെ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്ലാരിറ്റി കിട്ടണം. അതർവൈസ് ഇത് പഠിക്കുന്നതൊക്കെ വെറുതെ ആവും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞേക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഇത് വന്നേക്കുന്ന ചോദ്യമായിട്ട് കിടക്കുന്നത് അമീൻസിലാണ്. ഇത് എഴുതി വെക്കുക കേട്ടോ. പാർഷ്യൽ ഹൈഡ്രോളിസിസ്, ഇതിന്റെ പേരെന്താ? അമൈഡ്. അമൈഡ്. അമൈഡ് ഹൈഡ്രോളിസിസ് എന്താ കിട്ടും? കാർബോക്സിലിക് ആസിഡ് കേട്ടോ. നോക്കാം. അപ്പോ പാർഷ്യൽ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിച്ചേക്കുന്ന വേർഡ് അമീൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ 9.9 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് എഴുതി വെച്ചേ 9.9. ഈ ചാപ്റ്റർ അല്ല, ആന്റിഗേറ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. എവിടെ കിടക്കുന്നേ? അമീൻ. അമീനിലെ 9.9 അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: CH3CH2I NaCN. NaCN or KCN കൊടുത്താൽ എന്ത് പറ്റും? I/CN വരും. അപ്പൊ CH3CH2CN. ആ CN-ലേക്ക് അവർ താഴെ കൊടുത്തിട്ടുണ്ട് പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആൻഡ് OH അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് വരും? അമൈഡ് കേട്ടോ. ഓർത്തോക്കാം, അമൈഡ് വരും. അപ്പോ പാർഷ്യൽ ഹൈഡ്രോളിസിസ് കണ്ടാൽ മാത്രമേ അമൈഡ് എഴുതാവൂ. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അപ്പോ ഇതൊന്നും എഴുതി വെക്കുക. അമീന്റെ ചോദ്യമാണെങ്കിൽ അത് വേണം, കാരണം അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ വേണ്ട. അപ്പോൾ ഇതൊന്നും ഓർത്തോക്കാം, ടൈപ്പാണ്. നെക്സ്റ്റ് എഴുതി വെക്കുക hydrolysis of ester. Hydrolysis of ester. Hydrolysis of esters. Hydrolysis of esters. ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിലെല്ലാം നമ്മൾ എഴുതുന്നത് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. 2 ഓക്സിഡേഷൻ, പിന്നെ എന്തായിരുന്നു 3 ഹൈഡ്രോളിസിസ്, 1 ഗ്രീഗ്രാം റിയേജന്റ്. ആ രീതിയിലാണ് ഓർത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ഓർത്ത് നോക്കേണ്ടത് എന്താ? ഹൈഡ്രോളിസിസ്, അതുപോലെ ഓക്സിഡേഷൻ ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് 1 ഗ്രീഗ്രാം റിയേജന്റ്. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. എസ്റ്റർ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? RCOOR'. ഇതിനെയാണ് എസ്റ്റർ എന്ന് വിളിക്കുക അല്ലെ. OET എന്നൊക്കെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ RCOOR', ഇതാണ് എസ്റ്റർ. ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H2O and H+, അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുക. അപ്പൊ എന്ത് വരും? ഇത്ര ഏരിയ എടുത്തു കഴിഞ്ഞാൽ RCOOH പ്ലസ് എന്ത് വരും? R'OH. ഇവിടെ ഇങ്ങനെ കട്ടായി പോയി.
ആർ സി ഒ ഒ ഇവിടെ നിന്ന് ഒരു എച്ച് വരും അല്ലേ? അപ്പൊ ആർ സി ഒ എച്ച്. ബാക്കി ഒരു ഒ എച്ച് ഉണ്ട്, അത് ആർ ഡാഷ് ഒ എച്ചിലേക്ക് മാറും. ഏതാ? അത് എക്സസ് ആണ് ആക്ച്വലി. എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആവശ്യത്തിന് മാത്രം എടുക്കാവുന്ന രീതിയിൽ എക്സസ് ആയിട്ട് എച്ച് ഉണ്ട്. ഈ എച്ച് വന്നിട്ടാണ് ഇതിനെ ബ്രേക്ക് ചെയ്യാം. എച്ച് പ്ലസ് ആൻഡ് ഒ എച്ച് മൈനസ് ആക്കാം കേട്ടോ. പിന്നെ 2 എക്സാമ്പിൾ ഒക്കെ ഒന്ന് എഴുതാം കേട്ടോ. ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ എടുത്ത് പറഞ്ഞു തരും അല്ലേ? നമ്മളെ ബ്രേക്കിംഗ് ഓർത്ത് വെക്കണം കേട്ടോ. ഇവിടെ ബ്രേക്ക് ചെയ്യും അല്ലേ? അപ്പൊ എന്തോരും പറഞ്ഞേ പ്ലസ് CH3 CH2 COOH plus CH3OH. CH3OH. Acidic hydrolysis of എന്തായിരുന്നു? Ester. അല്ലേ? ഇവിടെ എല്ലാം അസിഡിക് ഹൈഡ്രോളിസിസ് എഴുതുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അസിഡിക് ഹൈഡ്രോളിസിസ്. ഇതിന് മുമ്പൊക്കെ എഴുതിയേക്കുന്ന സ്ഥലത്തൊക്കെ എഴുതണം കേട്ടോ. അസിഡിക് ഹൈഡ്രോളിസിസ് ആ നൈട്രേറ്റിന്റെ അവിടെയൊക്കെ അല്ലേ? RCന്റെ ഒക്കെ അവിടെ അസിഡിക് ഹൈഡ്രോളിസിസ് എന്ന് എഴുതി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. സപ്പോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമുക്ക് NaOH ആഡ് ചെയ്യും. അപ്പൊ എന്ത് വരുന്നത്? CH3 CH2 COO Na വരും. അല്ലെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം, എസ്റ്ററിലേക്ക് NaOH ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇവിടെ ബ്രേക്ക് ചെയ്യൂലേ? എന്നിട്ട് CH3 CH2 CH2 COO Na പ്ലസ് CH3OH വരും. അപ്പോൾ അത് സോപ്പ് എന്ന് പറയുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ ആ ടൈപ്പ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും? സപ്പോണിഫിക്കേഷൻ. Next heading acidic hydrolysis of acyl halide. Acidic hydrolysis of acyl ACYL കേട്ടോ. acyl halide. Acidic hydrolysis of acyl halide ACYL. ACC. acyl കേട്ടോ. ACYL. acyl halide. ഓക്കേ. അപ്പോൾ അസിഡിക് ഹൈഡ്രോളിസിസ് തന്നെയാണ് ചെയ്യുന്നത്. ജനറൽ ഫോർമുല എന്തായിരിക്കും? RCOCl അല്ലെങ്കിൽ ഏതെങ്കിലും ഹാലജൻ ചേർക്കാം. ജനറലി ഹാലജൻ ഫോർമുലകളുടെ വരാം RCOCl. അതിലേക്ക് നേരെ ചെയ്യാം H2O1 H+. റിയേജന്റ് എളുപ്പമാണ്, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. RCOCl. ഇപ്പൊ എന്താ പറയുന്നത്? RCOOH. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ഒന്നും നമ്മൾ നോക്കണ്ട. ACL എവിടെയൊക്കെ പോകുന്നോ നോക്കണ്ട. നേരെ അങ്ങ് എഴുതി വെച്ചാൽ നോക്കാം. RCOOH. ഇവിടെ നമുക്ക് CH3 COCl എന്തായിരിക്കും ആൻസർ വരിക? CH3 COOH H2O1 H+. ഇപ്പൊ നോക്കിയ മനസ്സിലേക്ക് കൊണ്ടുവന്നേ 2 ഓക്സിഡേഷൻ 3 ഹൈഡ്രോളിസിസ്. അപ്പോൾ അത് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടണം മുഴുവൻ. ഇവിടെ നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അവര്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരനുസരിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എത്താനായിട്ട് പറ്റണം കേട്ടോ. അപ്പൊ ഇതിൽ ഏതാണ് ഏതൊക്കെ യൂസ് ചെയ്ത് അവിടേക്ക് എത്താം എന്നുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് മുഴുവൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ റിയാക്ഷൻസ് ഒക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഓർമ്മ വന്നിട്ട് അതിൽ ഏതാണോ സ്യൂട്ടബിൾ ആ വഴി കൂടി പോകണം കേട്ടോ. നിങ്ങൾ സ്കൂളിലേക്ക് എത്താം, പെട്ടെന്ന് എത്താം. ഒരു എമർജൻസി ആണെന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും അല്ലെ, പലപ്പോഴും നിങ്ങൾ ഇത് കഴിഞ്ഞു പെട്ടെന്ന് വീട്ടിലെത്താൻ പറയാണ് ആക്ച്വലി ഒരു എമർജൻസി. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കും അല്ലെ, ഏത് വഴിയാണ് ഏറ്റവും ബെസ്റ്റ്? കുറേ വഴിയുണ്ട്. അപ്പൊ അവിടെ ബ്ലോക്ക് ആണ് തരുക, നിങ്ങൾ വേറെ തരുക. അതുപോലെയാണ് ഈ 6 പ്രിപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചു. നമുക്ക് കൺവേർഷൻ വരുമ്പോൾ ഇതിൽ ഏതെടുക്കണം?
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. നോക്കാം. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് നമുക്ക് വരുന്നത് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. നെക്സ്റ്റ് ഹെഡിങ് അവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോ, പിന്നീട് വായിക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. Grignard reagent react with carbon dioxide. Grignard reagent react with carbon dioxide. Grignard reagent react with carbon dioxide. Bracket dry ice. Bracket dry ice. Bracket close here. To form salt of carboxylic acid. To form salt of carboxylic acid, which in turn turn give corresponding carboxylic acid, which in turn give corresponding carboxylic acids after acidification with mineral acid. Grignard reagent എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? RMgX അല്ലേ? RMgX ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇതിനു മുമ്പ് Grignard reagent എവിടെ പഠിച്ചു? ഇതിനു മുമ്പ് Grignard reagent ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനിലെ തേർഡ് ഹെഡിങ് പഠിച്ചു. എന്തായിരുന്നു? മെത്തനാൽ പ്ലസ് Grignard reagent gives ethanol or any other aldehyde plus Grignard reagent gives another tertiary ketone plus Grignard reagent. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് പഠിച്ചത്? അതാണ് ചോദ്യം. അത് കഴിഞ്ഞിട്ട് Grignard reagent എവിടെയാണ് പഠിച്ചത്? ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ടോ ടാക്കിൽ? ഈ ചാപ്റ്ററിലാണ്. ഈ ചാപ്റ്ററിലാണ്. ഈ ചാപ്റ്ററിൽ Grignard reagent എവിടെയാണ് ഉപയോഗിച്ചത്? വെരി ഗുഡ്. അവിടെ പറഞ്ഞു കീറ്റോണിന്റെ പ്രിപ്പറേഷൻ കേട്ടോ. ഓർത്തോളാം. കീറ്റോണിന്റെ പ്രിപ്പറേഷൻ കേട്ടോ. ഓർത്തോളൂ. ഒരാളെങ്കിലും ഓർത്തല്ലോ. കീറ്റോണിന്റെ പ്രിപ്പറേഷനിലെ സെക്കൻഡ് ഹെഡിങ്. ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഡൈആൽക്കൈൽ കാഡ്മിയം റിയാക്ട് വിത്ത് അസൈൽ ഹാലൈഡ്. സെക്കൻഡ് ഹെഡിങ് Grignard reagent റിയാക്ട് വിത്ത് സയനൈഡ്. തേർഡ് ഹെഡിങ് ഫ്രെഡൽക്രാഫ്റ്റ് അസൈലേഷൻ. നമുക്ക് അങ്ങനെയെങ്കിലും ഓർത്തെടുക്കണം കേട്ടോ. നോക്കാം. അപ്പോ ഇവിടെ എല്ലാ സ്ഥലത്തും ഒരേ പാറ്റേൺ ആണെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. RMgX പ്ലസ് CO2. CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ്. ഇതിനു മുമ്പ് പഠിച്ച എല്ലാ റിയാക്ഷനിലും വന്നേക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ്. R ഗ്രൂപ്പ് എവിടേക്ക് പോകും? ഈ R ഗ്രൂപ്പ് എവിടേക്ക് പോകും? കാർബണിന്റെ അടുത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള കാർബണിന്റെ അടുത്തേക്ക് പോകും. മെത്തനാൽ അവിടെ ഡബിൾ ബോണ്ട് കാർബൺ ഉണ്ട് അല്ലേ? ഓർത്തുക. സയനൈഡ് അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാർബണിന്റെ അടുത്തേക്ക് ഈ R പോകും. അങ്ങനെ R ഇവിടെ എത്തും. ബാക്കി MgX ഇതില് എന്താണ് ആക്ച്വലി ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലേ? അപ്പൊ ഇതിന്റെ അടുത്തേക്ക് ഈ R എത്തിക്കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് എന്താവും? ബ്രേക്ക് ചെയ്യും അല്ലേ? അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കി R ഇവിടെ എത്തി. C ഡബിൾ ബോണ്ടോ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോ ഇനി ബാക്കിയുള്ള MgX ആ MgX ഈ ഓവിന്റെ അടുത്തേക്ക് വരും. MgX ഒരു കാര്യം ചെയ്യാം. ഈ R നമുക്ക് റെഡിലുണ്ട്. RMgX ഈ RMgX ആണല്ലേ ഇത്. RMgX ആ വന്നേക്കുന്ന പാറ്റേൺ മനസ്സിലാക്കുക പെട്ടെന്ന് കേട്ടോ. ഐഡന്റിഫൈ ചെയ്യാം എങ്ങനെയാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. ഇനി ഓർത്തുക അടുത്ത സ്റ്റെപ്പില് ഇതാണ് സോൾട്ട് എന്ന് പറയുന്നത്. H2O and H+ അല്ലെങ്കിൽ H3O+ എഴുതാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും അല്ലേ? ഓക്കെ. ആ MgX ആണ് പോകും. അപ്പൊ R ബാക്കി എന്താ? C ഡബിൾ ബോണ്ടോ OH ഓർത്തുക. RCOH കിട്ടും. RCOH കേട്ടോ.
ഇതും തമ്മിലുള്ള നോക്കിയേ ഉണ്ടോ, ഇവിടെ ഒരു 6 ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കാർബൺ എന്ത് ചെയ്തു കൂടി, ഒരു കാർബൺ അവിടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും ഉണ്ടോ, ഒരു കാർബൺ അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 6 എണ്ണം പഠിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചറിയേണ്ട ടെക്സ്റ്റിന്റെ ഭാഗത്ത് ഈ ഒരു ഏരിയ എന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ, ഈ പ്രിപ്പറേഷനിൽ നിന്ന് നന്നായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഏത് 6 എണ്ണം പഠിച്ചല്ലോ, ഈ 6 പഠിച്ചില്ലേ, 6 ഓക്കെ ആണല്ലോ. ഏതൊക്കെയായിരുന്നു? 2 ഓക്സിഡേഷൻസ്, 3 ഹൈഡ്രോളിസിസ്, 1 കേട്ടോ. നോക്കാം ചോദ്യം ഇതാണ്, 3 നൈട്രോ ബ്രോമോ ബെൻസീൻ ടു 3 നൈട്രോ ബെൻസോയിക് ആസിഡ്. എങ്ങനെ ചെയ്യും? 3 nitro bromo benzene to 3 nitro bromo benzene to 3 nitro bromo benzene to 3 nitro benzoic acid. ഏതായിരിക്കും? ഈ 6 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. ശരിക്കും ആലോചിച്ചോളൂ. 3 nitro bromo benzene to 3 nitro benzoic acid. Correct. ചെയ്യാനോ? ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 nitro. അപ്പോൾ ഈ 6 പ്രിപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യണ്ടേ നമുക്ക് അല്ലേ? 3 nitro bromo benzene to ഇത് എഴുതി, രണ്ടിന്റെ സ്ട്രക്ചർ വരക്കാം, എന്നിട്ട് 2 പേരുടെ ഒബ്സർവ് ചെയ്യാം എന്താണ് വരേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ത്രീ നൈട്രോ അങ്ങനെയാണെങ്കിൽ ചെയ്തു നോക്കുക. എന്നിട്ട് പല വഴിയിലും ചെല്ലാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കണ്ടാല് നിങ്ങൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ വരച്ച് നോക്കണം, എന്നിട്ട് ഒബ്സർവ് ചെയ്യണം. ഇതൊക്കെ വെറുതെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാ പിന്നെ അത് കാണാൻ പഠിക്കാം. അങ്ങനെ പറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. കാരണം എന്താണ്, ക്വസ്റ്റ്യൻ അവർ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ ഒബ്സർവ് ചെയ്ത് കണ്ടെത്തുന്നതാണ്. ഓർഗാനിക് കെമിസ്ട്രിക്ക് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒബ്സർവ് ചെയ്ത് സമാധാനമായിട്ട് കണ്ടെത്താം. അതെ, സിബിൻ കണ്ടെത്തി എന്ന് പറയണം അല്ലെ? സിബിനെ ഓക്കെ ആണോ? ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? എന്റെ അടുത്ത് പറഞ്ഞു ഏതായിരുന്നു? അതെങ്ങനെയാക്കുന്നു എന്ന് പറഞ്ഞ ശരിയാണെങ്കിൽ അസൈൽ ഹാലൈഡ് അല്ല ഇത്. ഒന്നാമത്തെ അസൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ COPR ഒക്കെ വരണ്ടേ? കുറച്ചു പേരെങ്കിലും അസൈൽ ഹാലൈഡ് എന്ന് പറയാൻ കാരണം ഹാലജൻ ഉണ്ടായിരുന്നു അല്ലേ? ഓർത്തു നോക്കാം. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതോ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വേറെയാണ്? എനിക്ക് വേണ്ടതേ ഇപ്പൊ റൈറ്റ് ആൻസർ ഇവിടെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ അതല്ല. അഖിൽ പറഞ്ഞപ്പോ എഴുതിയപ്പോ തന്നെ പറഞ്ഞു. എന്തായിരുന്നു? ബ്രോമിന ആൽക്കഹോൾ ആക്കാം. ബ്രോമിന ആൽക്കഹോൾ ആക്കാനായിട്ട് എന്തായിരുന്നു? അക്വസ് NaOH 623 കെൽവിനില് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ അവിടെ ചെയ്താൽ ഇവിടെ OH അല്ലേ ഉള്ളൂ, കാർബൺ ഇല്ല. എക്സ്ട്രാ കാർബൺ കൂട്ടേണ്ടി വരും. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ KCN ആഡ് ചെയ്യണം. അപ്പോഴും റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വരും. വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കണ്ടീഷൻസ് ആ ടെക്സ്റ്റിൽ അധികം ഇല്ല. അതുകൊണ്ട് അത് പറ്റില്ല. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇതിപ്പോ എനിക്ക് ആൻസർ പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും? മാർക്കുള്ള അവിടെ എത്തി. അങ്ങനെയല്ലല്ലോ, നിങ്ങളെല്ലാവരും ആലോചിക്കും. തിങ്കിങ് പ്രോസസ്സിൽ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഹാലജൻ ഉണ്ട്. ഹാലജൻ ഉള്ളത് പറഞ്ഞപ്പോ സൗബിനും ദേവിയാളും പറഞ്ഞു അസൈൽ ഹാലൈഡ്. അല്ലാതെ ഹാലജനിൽ ഉള്ള റിയാക്ഷൻ ഈ 6 എണ്ണത്തിൽ ഏതുണ്ട് നോക്കാം.
എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻ. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻ. ഗ്രിഗ്നാർഡ് റിയേജന് ആലോചന ഉണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണം നോക്കിയേ, ഇതിലേക്ക് mg ഇടും, mg ആൻഡ് ഡ്രൈ ഇത്, mg ആൻഡ് ഡ്രൈ ഇത്. ഡ്രൈ ഇട്ടില്ലെങ്കിൽ മാർക്ക് തരൂല, കാരണം എന്താ ഗ്രിഗ്നാർഡ് റിയേജന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഇതെന്താവും MgBr and then NO2 MgBr and NO2. then ഇനി എന്ത് ചെയ്യണം CO2. ആ ഇന്റർമീഡിയറ്റ് കൺവേർഷൻ ചോദിക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് ഒന്നും എഴുതണം നിർബന്ധമില്ല, നേരെ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി CO2 and H3O+. H3O+. ഓക്കെ, അപ്പൊ ഈ CO3 ഇടുമ്പോ എന്താ ഇവിടെ വരുന്നത് കേട്ടോ, ഈ MgBr അല്ലെ, ഈ ടോട്ടൽ ഗ്രൂപ്പ് ഈ സീഡ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും കേട്ടോ. അപ്പൊ MgBr എവിടെ കാണുന്നോ അവിടെ മാറി അവിടെ എന്താ CO2 ഇടും. അത്ര ഡ്യൂട്ടി കേട്ടോ, ഓർത്തോ ഇത്രയോ. ഇനി വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇതല്ലാതെ വേറൊരു വഴി പറഞ്ഞു, ഇത്തിരി വലിയ വഴിയായാലും കുഴപ്പമില്ല, വിഷയം എന്തായാലും അങ്ങനെ തിങ്ക് ചെയ്ത് സ്ഥിതിക്ക് നിങ്ങളൊരു വേറെ വഴി പറ. കണ്ടീഷൻസ് ഇട്ടുണ്ട്, പിന്നെ ഹൈഡ്രോളിസിസ് KCN ആഡ് ചെയ്യാം, കണ്ടീഷൻസ് ഇട്ടുണ്ട്, പിന്നെ CN ആഡ് വരും കേട്ടോ. KCN ഇടുമ്പോൾ കണ്ടീഷൻസ് വരുന്നുണ്ട്, ടെക്സ്റ്റിൽ ആ കണ്ടീഷണൽ ഇക്വേഷൻ കിടക്കുന്നില്ല, അതാണ് മെയിൻ ഒരു പ്രശ്നം വരിക. കേട്ടോ, അതാണ് വേണ്ട കണ്ടീഷൻസ് വരും. അപ്പൊ അങ്ങനെ ഒരെണ്ണം കൊടുക്കാം. പിന്നെ എന്തൊക്കെ കൊടുക്കാം, വേറെ എന്തെങ്കിലും വഴി പറ. ഇൻ കേസ് ഞാൻ വേറെ ഒന്നുമില്ല, ഈ BR വരെ ഒരു OH ആണ് തരുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങനെ ആലോചിച്ചു, ദിസ് ടു ദാറ്റ് കോമ്പൗണ്ട് SO CO2 ഇടാൻ ഇല്ല, OH പോയിട്ട് COH ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? OH പോയിട്ട് COH ആക്കാൻ എന്ത് ചെയ്യണം? ഇത് വെച്ച് പറ, ഇന്നത്തെ ഈ ഇതിൽ വെച്ചിട്ട് നിങ്ങളത് പറഞ്ഞു നോക്കി, നിങ്ങൾ ബെൻസീനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് വന്നാലും നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻ എന്താണ്? ഒരെണ്ണം അല്ലേ ആണ്, അല്ലാതെ വേറെ എന്തായിരിക്കും? ആൽക്കലൈൻ KMnO4 വരണമെങ്കിൽ കാർബൺ ചെയ്യാൻ വേണം. ഇയാൾക്ക് അങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഈ OH-നെ റിമൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? OH-നെ മാറ്റി ബെൻസീൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സിങ്ക് ഡസ്റ്റ് ആൻഡ് ഹീറ്റ് കൊടുത്താൽ എന്താവും? ബെൻസീൻ ആകും. സിങ്ക് ഡസ്റ്റ് ആൻഡ് ഹീറ്റ് കൊടുത്താൽ ബെൻസീൻ ആകും കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ CH3 അവിടെ എടുക്കാം, CH3. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് COH ആക്കാം. അപ്പോ ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല പറഞ്ഞത്, നമുക്ക് COH എക്സ്ട്രാ ബെൻസീനിൽ ആഡ് ചെയ്യണമെങ്കിൽ ഫെഡറൽ ക്രാഫ്റ്റിൽ യൂസ് ചെയ്യാൻ നോക്കാം എക്സ്ട്രാ. ഇപ്പോ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വരാണ് ബെൻസീൻ ടു ടെറപ്താലിക് ആസിഡ്, അങ്ങനെയൊക്കെ തരാണ്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യാം നോക്കാം. പിന്നെ ഒരു കാർബണിന്റെ കോമ്പൗണ്ട് തന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വലിയ ക്വസ്റ്റ്യനിലേക്ക് ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്യും. ഒരു കാർബണിന്റെ കോമ്പൗണ്ട് തന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയ കോമ്പൗണ്ട് ആയിട്ടുള്ള ബെൻസോയിക് ആസിഡിലേക്കുള്ള കൺവേർഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്ത് യൂസ് ചെയ്യാം? ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്യാം കേട്ടോ, ഓർക്കുക. ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് കേട്ടോ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. 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 ഡ്രൈ എഴുതിയില്ലെങ്കിൽ എന്ത് പറ്റും? ഗ്രിഗ്നാർഡ് റിയേജന്റ് should be prepared in anhydrous condition. Explain. Grignard reagent react with the water present in a air to form corresponding alkane. എന്ന് പറഞ്ഞാൽ ഈ MgBr ഈ ഡ്രൈ എഴുതിയില്ലെങ്കിൽ ഈ ഇത് ആൽക്കെയിൻ ആയിട്ട് പോകും, നൈട്രോബെൻസീൻ. നോക്കാം, അല്ല അങ്ങനെ ചോദിക്കാമല്ലോ, ഐഡിയ മനസ്സിലായോ?
അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കാമല്ലോ അവർക്ക് കേട്ടോ. അതാണ് ഓപ്ഷൻ ആലോചിക്കേണ്ടത്. അങ്ങനെ വൈഡായിട്ട് ആലോചിക്കണം കേട്ടോ. നോക്കാം, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിന്റെ ആൻസർ എഴുതുന്നു, അങ്ങനെയല്ല. അവിടെ നിന്ന് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഒക്കെ ആലോചിച്ച് പതുക്കനെ ക്ലിയർ ചെയ്ത് കേട്ടോ പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഫസ്റ്റ് പോയിന്റ് കേട്ടോ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. Aliphatic carboxylic acid up to 9. Aliphatic. What do you mean aliphatic? അല്ലേ ഓപ്പൺ ചെയ്യും അല്ലേ ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞാൽ മെത്തനോയിക് ആസിഡ് പ്രൊപ്പനോയിക് ആസിഡ് അങ്ങനെ എത്ര അപ് ടു 9 കാർബൺ. ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് അപ് ടു 9 കാർബൺ ആറ്റം are colorless liquid. Are colorless liquid at room temperature. Are colorless liquid at room temperature with unpleasant odor. നമുക്കറിയാം വിനെഗർ സ്മെല്ലൊന്നും നമുക്ക് ഇഷ്ടാവില്ല അല്ലേ. നോക്കാം അൺപ്ലസന്റ് ഓർഡർ. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ബോയിലിംഗ് പോയിന്റുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ എല്ലാം ബോയിലിംഗ് പോയിന്റ് എഴുതി വെച്ചല്ലോ. ഏറ്റവും ഹൈസ്റ്റ്, സെക്കൻഡ് ഹൈസ്റ്റ്, തേർഡ് അല്ലെ. ഏറ്റവും ഹൈസ്റ്റ് കാർബോക്സിലിക് ആസിഡ്, സെക്കൻഡ് ഹൈസ്റ്റ് ആൽക്കഹോൾ, തേർഡ് ഹൈസ്റ്റ് അമീൻ അല്ലെ. അത് കഴിഞ്ഞാൽ കീറ്റോൺ, ആൽഡിഹൈഡ്, ആൽക്കൈൽ ഹാലൈഡ്, ഈതർ. പിന്നെന്തായിരുന്നു ഹൈഡ്രോകാർബൺ. ഈ ഒരു ഓർഡർ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിന്റെ അവിടെയും കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ആണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതുന്നത്. കാർബോക്സിലിക് ആസിഡ് ആർ ഹയർ ബോയിലിംഗ് ലിക്വിഡ്. കാർബോക്സിലിക് ആസിഡ് ആർ ഹയർ ബോയിലിംഗ് ലിക്വിഡ്. കാർബോക്സിലിക് ആസിഡ് ആർ higher boiling liquid than aldehyde. Carboxylic acid are higher boiling liquid than aldehyde. Ketone and even alcohol of comparable molecular masses. Carboxylic acid are higher boiling liquid than aldehyde, ketone and even alcohol of comparable molecular masses. To stop. This is due to more extensive association of carboxylic acid molecule. This is due to more extensive association of carboxylic acid molecule through intermolecular hydrogen bonding. ആ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അതൊന്നും അണ്ടർലൈൻ ചെയ്യണം. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അതൊന്നും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഈ മോളിക്യൂൾ ഡയമർ ആവും. What do you mean dimer? Two molecule associated to act as an one. അല്ലേ? അത് ഒരു പിക്ചറും കൂടി ഒന്ന് നമുക്ക് വരയ്ക്കണം. Then solubility ഒരു പോയിന്റ് കൂടി ഇട്ടു. നോക്കാം. രണ്ട് കാർബോക്സിലിക് ആസിഡ് മോളിക്യൂൾസ് ആണ് ആക്ച്വലി വരുന്നത്. ഈ രണ്ട് കാർബോക്സിലിക് ആസിഡ് മോളിക്യൂളുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഒരു ഇന്റർമോളിക്യുലർ ആയിട്ട് വരുന്ന
ഈ ബ്ലൂ ലൈനിൽ എഴുതുന്ന ഈ ഡോട്ടഡ് ആയിട്ട് വരുന്നതാണ് എന്താ ഹൈഡ്രജൻ ബോണ്ടിങ് കേട്ടോ. ഓർക്കുക ഇതാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് രണ്ടും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കേട്ടോ. ഓർക്കുക ഡയമർ എഴുതണം കേട്ടോ. ഡയമർ ഇത് RCOH ആണ് ഒരെണ്ണം കണ്ടോ. ഇത് ഏത് കളറാ? ബ്ലാക്കും റെഡ് കേട്ടോ. ഓർക്കുക അപ്പോ രണ്ടെണ്ണം ഉണ്ട്, ബ്ലാക്ക് ആൻഡ് റെഡ് അല്ലേ. അപ്പോ ഈ ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത് ഒരു കാർബോക്സിലിക് ആസിഡ് RC=OH. ഈ ബ്ലൂവിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ബ്ലൂ ഡോട്ട്. ആ ഡോട്ട് എന്താണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കേട്ടോ. ഓർക്കുക ഡോട്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. എഴുതിയോ? ഒരു പോയിന്റ് കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് ഒന്ന് എഴുതി വെച്ചു. Aliphatic carboxylic acid having up to 4 carbon atom aliphatic carboxylic acid having up to 4 carbon atom are miscible in water. Miscible എന്ന് പറഞ്ഞാൽ soluble കേട്ടോ. ഓർക്കുക soluble in water due to the formation of hydrogen bonds. Miscible in water due to the formation of hydrogen bond with water. Formation of hydrogen. Repeat here. Aliphatic carboxylic acid having up to 4 carbon atoms are miscible in water due to the formation of hydrogen bonds with water. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്